الحمد لله حمدا كثيرا طيبا مباركا كما يحب ربنا ويرضى. الذي أنزل القرآن تبيانا وتفصيلا لكل شيء وهدى وبشرى للمسلمين. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقائنا الجديد من لقاءات تدبر القرآن. وسنتحدث اليوم من آية الثالثة عشر بعد المئة إلى التاسعة عشر بعد المئة إن شاء الله من سورة البقرة. ഇതെല്ലാവരും വായിച്ചു നോക്കിയിരുന്നു. ഇതിൽ ഇനിയും നിങ്ങൾക്ക് കിട്ടാത്ത ഏതെങ്കിലും വാക്കുകളുണ്ടോ? ഒന്നുമില്ല. ഇല്ലെങ്കിൽ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയണം. എന്താ ഹിസീൻ എന്താണ്? നിന്യത നേരത്തെ വന്നിട്ടുണ്ടെന്നാണ് ഓർമ്മ. കനത്ത് എന്താ? തോന്നുന്നുണ്ട്. കനത്ത് എന്താണ്? കുനൂത്ത് ഓതലുണ്ടോ നിങ്ങള്? ഇല്ല കുനൂത്ത് ഓതല്ല. ഓതലില്ല? ഇല്ല. കേട്ടിട്ടുണ്ടോ കുനൂത്തൊന്ന്? ഓ കുനൂത്ത് ഇഷ്ടം പോലെ കേൾക്കുന്നുണ്ട്. അതാണ് കനത്ത്. കനത്ത വിനയം കാണിച്ചു, താഴ്മ കാണിച്ചു. ഖൂമൂലില്ലാഹി ഖാനിതീൻ, നിങ്ങൾ അള്ളാഹ്ക്ക് വേണ്ടി വിനയത്തോടു കൂടി നിൽക്കുക. ബദിയ എന്താണ്? ഇതിന്റെ വാക്കർത്ഥമൊന്നും കിട്ടിയില്ലായിരുന്നു നിങ്ങൾക്ക്? ബദിയ മുൻ മാതൃകയില്ലാതെ സൃഷ്ടിച്ചു. ബദിയ സമാവാതി വൽ അർദ്. നമ്മൾ ഉണ്ടാക്കുന്ന എല്ലാം എന്താണ്? ഏതെങ്കിലും ഒരു മാതൃക വെച്ചിട്ടാണ്. അള്ളാഹ് സൃഷ്ടിക്കുന്നതോ മാതൃക ഇല്ലാതെയാണ്. സമ്മയുടെ അർത്ഥം എന്താ? അറിയില്ല. പിന്നെ അവിടെ. അവിടെ ഈ ആകുന്നു ആണ് ഉണ്ടെന്നുള്ളതിന് പ്രത്യേക പദമില്ല അറബിയിൽ. അതുകൊണ്ട് ഉണ്ട് എന്ന് നമുക്ക് മലയാളത്തിൽ പറയേണ്ട സമയത്ത് ഉണ്ട് എന്ന് പറയേണ്ടി വരും. തശാബഹ എന്താ? പുതിയ പദമാണെങ്കിൽ തന്നിട്ടുണ്ടാകും. പരസ്പര സാദൃശ്യമാണ്. പരസ്പര സാദൃശ്യമുള്ളതായി, ഒരേപോലെയായി. യൂക്കനൂന്റെ പേര് മാറി എന്താണ്? തുസ്അലു എന്നത് എന്ത് തരം ക്രിയയാണ്? കർമ്മണി പ്രയോഗം. ഓക്കെ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فقالت اليهود ليست النصارى على شيء وقالت النصارى ليست اليهود على شيء وهم يتلون الكتاب كذلك قال الذين لا يعلمون مثل قولهم فالله يحكم بينهم يوم القيامة فيما كانوا فيه يختلفون ومن أظلم ممن منع مساجد الله أن يذكر فيها اسمه وسعى في خرابها
أولئك ما كان لهم أن يدخلوها إلا خائفين لهم في الدنيا خزي ولهم في الآخرة عذاب عظيم ولله المشرق والمغرب فأينما تولوا فثم وجه الله إن الله واسع عليم وقالوا اتخذ الله ولدا سبحانه بل له ما في السماوات وما في من له ما في السماوات والأرض كل له قانتون بديع السماوات والأرض وإذا قضى أمرا فإنما يقول له كن فيكون وقال الذين لا يعلمون لولا يكلمنا الله أو تأتينا آية كذلك قال الذين من قبلهم مثل قولهم تشابهت قلوبهم قد بينا الآيات لقوم يوقنون إنا أرسلناك بالحق بشيرا ونذيرا ولا تسأل عن أصحاب الجحيم وقالت اليهود കാലത്ത് എന്ന സ്ത്രീലിംഗ ക്രിയയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. കാരണം യഹൂദ് എന്നുള്ളത് ഒരു വർഗത്തിന്റെ അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാരുടെ പേരാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു, അത് സ്ത്രീലിംഗമായിട്ടാണ് ഉപയോഗിക്കുക. കാലത്തിൽ യഹൂദു ലൈസത്തിൻ നസാറ, നസാറയും അതേപോലെ ആ വർഗത്തിന്റെ പേരാണ്. അതുകൊണ്ട് അവിടെയും എന്താണ് ലൈസത്ത് എന്ന സ്ത്രീലിംഗ പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ലൈസത്തിൻ നസാറ അലാ ഷൈഇൻ. കാലത്തിൽ യഹൂദു ലൈസത്തിൻ നസാറ അലാ ഷൈഇൻ. അലാ ഷൈഇൻ എന്ന് പറഞ്ഞാൽ ഷൈഇ ഒരു വസ്തു അല്ലെങ്കിൽ കുറച്ച് കാര്യം. അപ്പൊ അവരെന്തല്ല, അലാ ഷൈഇൻ ഒരു വസ്തുവുമല്ല, അവര് ഒന്നുമല്ല. മലയാളത്തിൽ പറഞ്ഞാൽ അവരൊരു ചുക്കുമല്ല. അലാ ഷൈഇൻ. വഖാലത്തിൻ നസാറ ലൈസത്തിൽ യഹൂദു അലാ ഷൈഇൻ. അപ്പൊ നസാറാക്കളും പറഞ്ഞു, അല്ലെങ്കിൽ നസ്രാനികളും പറഞ്ഞു, ലൈസത്തിൽ യഹൂദു അലാ ഷൈഇൻ, ജൂതന്മാർ ഒന്നുമല്ല. വഹും യത്ലൂനൽ കിതാബ്, വാവ് ഹാലാണ്. വഹും യത്ലൂനൽ കിതാബ്, അവര് അൽ കിതാബ് വായിക്കുന്നവരായിരിക്കെ. കലായത്തിലോ വായിച്ചു ആയതുകൊണ്ടാണല്ലേ കൊണ്ടല്ല, സൂചിപ്പിക്കുന്നത്. ആയിരിക്കെ എന്ന് പറഞ്ഞാൽ ആകുന്ന അവസ്ഥയിൽ. മലയാളം കൂടെ പഠിപ്പിക്കാൻ പറ്റില്ല, അതിന് പ്രത്യേകം ഫീസാണ്. ആയിരിക്കെ എന്ന് പറഞ്ഞാൽ എന്താണ്, ഹാലാണ്. ഇംഗ്ലീഷും അറബിയും പഠിപ്പിക്കുന്നുണ്ട്. ഈ മലയാളം കൂടെ പഠിപ്പിക്കണം എന്നുണ്ടെങ്കിൽ പ്രത്യേകം ഫീസാണ്. ഓബ്ജക്റ്റ്, കർമ്മം, അതൊക്കെ പഠിച്ചു. അതൊക്കെ തന്നെ മലയാളം പ്രത്യേകം പഠിപ്പിച്ചെന്നാണ്. കർത്താവ്, കർമ്മം എന്നുള്ള വാക്കൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ഇല്ല, ഖുർആൻ പഠിക്കാൻ വേണ്ടിയിട്ടാണ് കർത്താവ്, കർമ്മം, ഒബ്ജക്റ്റ്, സബ്ജക്റ്റ് ഒക്കെ പഠിക്കുന്നത്. അപ്പോ ഇംഗ്ലീഷും മലയാളമൊക്കെ കുറെ പഠിക്കുന്നുണ്ട്. കാലത്തിൽ യഹൂദു, ജൂതന്മാർ പറഞ്ഞു ക്രിസ്ത്യാനികൾ ഒന്നുമല്ല, ക്രിസ്ത്യാനികൾ പറഞ്ഞു ജൂതന്മാർ ഒന്നുമല്ല. അവർ പരസ്പരം എന്ത് ചെയ്തിരുന്നു, പിന്നെ വില കെടുത്തി സംസാരിക്കുകയായിരുന്നു, വില കുറച്ച് കാണിക്കുകയായിരുന്നു. ഒരാള് മറ്റേയാളെ വില കുറച്ച് കാണിക്കുക. രണ്ടുപേരും എന്ത് ചെയ്യുന്നുണ്ട്, വഹും യത്ലൂന കിതാബ്, അവർ രണ്ടുപേരും അൽ കിതാബ് വായിക്കുന്നുണ്ട്. ജൂതന്മാര് അവരുടെ കയ്യിൽ ഇറക്കിയ കിതാബില് സത്യവും അസത്യവും വേർതിരിച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. അവരെന്താണ്, ഫുർഖാനാണ് വായിക്കുന്നത്, സത്യാസത്യ വിവേചകമാണത്, തൗറ. അതിനുശേഷം ഇഞ്ചീല് കിട്ടിയ ആൾക്കാരാണ് ക്രിസ്ത്യാനികൾ. അവരും ഇഞ്ചീല് വായിക്കുന്നവരായിരിക്കെ തന്നെ അവര് ഇഞ്ചിയിൽ വായിക്കുന്നു. അതിൽ സത്യാസത്യ വിവേചകമുണ്ട്, സത്യത്തെയും അസത്യത്തെയും വേർതിരിക്കുന്ന കാര്യമുണ്ട്, നന്മയും തിന്മയും വേർതിരിച്ച് കാണിക്കുന്നുണ്ട്. ധർമ്മവും അധർമ്മവും, മോധർമ്മം നമ്മൾ നന്മയും തിന്മയും എന്നുള്ള അർത്ഥത്തിലാണ്. വേറെ ധർമ്മം ഒക്കെ വേറെ അർത്ഥമൊക്കെ ഉണ്ടായിരുന്നു. അത് പറയും. എല്ലാം എന്താണ്, മാന്യതയും മാന്യത അല്ലാത്തതും, സംസ്കാരവും സംസ്കാരം ഇല്ലാത്തതും എന്തൊക്കെയാണെന്നുള്ളത് വേർതിരിച്ച് കാണിക്കുന്നതാണ് അവരുടെ കയ്യിലുള്ള, രണ്ടു കൂട്ടരുടെയും കയ്യിലുള്ള കിതാബ്, അൽ കിതാബ്. അത് ഉണ്ടായിരിക്കെ തന്നെ അവരെന്ത് ചെയ്യുന്നു, രണ്ടുപേരും പരസ്പരം
മലയാളത്തിൽ പറഞ്ഞാൽ പരസ്പരം ചെളിവാരി എറിയും. കദാലിക ഖാലല്ലദീന ലാ യഅലമൂന മിസ്ല ഖൗലിഹിം. ഖാലല്ലദീന ലാ യഅലമൂന, അറിവില്ലാത്തവരും ആ കദാലിക അപ്രകാരം തന്നെ, ഖാലല്ലദീന ലാ യഅലമൂന, അറിവില്ലാത്തവരും പറഞ്ഞു, മിസ്ല ഖൗലിഹിം, അവരുടെ വാക്ക് പോലെ തന്നെ. അവരെന്ത് ചെയ്തു? യൂതന്മാരും ക്രിസ്ത്യാനികളും ഒന്നുമല്ല എന്ന്, അല്ലെങ്കിൽ മറ്റുള്ളവരൊന്നുമല്ല എന്ന് അവരും പറഞ്ഞു. അപ്പൊ ആരാണ് ഈ അല്ലദീന ലാ യഅലമൂൻ? കിതാബ് ആൾക്കാർ. കിതാബ് അല്ലെങ്കിൽ അറിയപ്പെടുന്ന കിതാബിന്റെ വക്താക്കൾ അല്ലാത്ത ആൾക്കാരാണ് ഖുറൈശികൾ അല്ലെങ്കിൽ മക്കക്കാർ. അവർക്ക് എന്തില്ല? അവർക്ക് കിതാബൊന്നും കിട്ടിയിട്ടില്ല. അപ്പൊ അവരും മക്കാ മുശ്രിക്കുകളും അങ്ങനെ തന്നെ പറഞ്ഞു. അവർക്ക് ഖുർആൻ അല്ലാതെ ഒരു കിതാബും കിട്ടിയില്ല. സുഹഫി ഇബ്രാഹിം ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അറിയപ്പെടുന്ന, എടുത്തു പറയുന്ന ഗ്രന്ഥങ്ങളുടെ വക്താക്കളല്ലായിരുന്നു അവർ. യൂതന്മാരെന്താണ്? അവരുടെ കയ്യിൽ തൗറാത്ത് ഉണ്ട് എന്ന് അവർ അഭിമാനിച്ചിരുന്നു. ക്രിസ്ത്യാനികൾ ഞങ്ങളുടെ ഇഞ്ചീലുണ്ട് എന്ന് അവർ അഭിമാനിച്ചിരുന്നു. അതേസമയം ഖുറൈശികളുടെ കയ്യിൽ അല്ലെങ്കിൽ മക്കാ മുശ്രിക്കുകളുടെ കയ്യിൽ വേദഗ്രന്ഥങ്ങളുണ്ടെന്നും അവര് അവകാശപ്പെട്ടില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് അറിവില്ലാത്തവർ എന്ന്. അവരുടെ കിതാബ്, അവർ കിതാബിന്റെ വക്താക്കളല്ലായിരുന്നു, കിതാബ് വായിക്കുന്നവരല്ലാതെ കിതാബ് അവർ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കിതാബ് ഉണ്ടായിരുന്നില്ല അന്ന്. പ്രവാചകന്മാർക്ക് എന്തുണ്ട്? പ്രവാചകന്മാർക്ക് അതായത് ഒരു പ്രവാചകന് കിതാബ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് ശേഷം വരുന്ന പ്രവാചകന്മാരെല്ലാം ആ കിതാബിന്റെ ആൾക്കാരായിരിക്കും. അതിന് ശേഷം വരുന്ന നബിമാരെല്ലാം ആ കിതാബിന്റെ ആൾക്കാരായിരിക്കും. പക്ഷെ ഇവിടെ സുഹഫി ഇബ്രാഹിം ഉണ്ടായിരുന്നു, പിന്നെ അവർക്ക് മക്ക നിവാസികൾക്ക്. പക്ഷെ അവര് എന്ത് ചെയ്തിരുന്ന, ഈ ഖുർആൻ ഇറക്കുന്ന സന്ദർഭത്തിൽ അവര് ഏതെങ്കിലും ഒരു കിതാബ് വായിക്കുന്നതായിട്ട് അവർ പറയുന്നില്ല ഞങ്ങളുടെ ഒരു വേദഗ്രന്ഥം ഉണ്ട് എന്ന്. അതേസമയം ജൂതന്മാരും ക്രിസ്ത്യാനികളും എന്താ പറഞ്ഞത്? ആമിനു ബിമ, അല്ല ഇറക്കിയതിലേക്ക് വിശ്വസിച്ചു എന്ന് പറഞ്ഞാൽ അവരെന്ത് പറയും? ബിമ ഉൻസില ഇലൈന. നമ്മൾ ഈ ബൈബിൾ പഠിച്ചില്ലെങ്കിൽ ഇനി പഠിക്കും, അല്ലെങ്കിൽ പഠിച്ചിട്ടുണ്ടാകും. ഞങ്ങൾ ഇറക്കപ്പെട്ടതിൽ ഞങ്ങൾ വിശ്വസിക്കും എന്ന് പറയും. എന്നാൽ ഞങ്ങളെ കയ്യിലുള്ള കിതാബിൽ ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ടെന്നാണ് അവർ പറയുന്നത്. അപ്പൊ അവര് പറഞ്ഞ് അഭിമാനിക്കുന്ന ഒരു കിതാബ് ഉണ്ട് അവരുടെ കയ്യിൽ. അതേസമയം ഖുറൈശികൾ എന്ത് പറഞ്ഞു? ഞങ്ങളെ വാപ്പമാരെന്താ ചെയ്തത് അത് ഞങ്ങൾ നോക്കിയിരുന്നു, അത് നമ്മൾ പഠിച്ചിരുന്നു, അത് മാത്രം മതിയെന്നാണ് അവർ പറഞ്ഞത്. അവരതിൽ കിതാബുണ്ടെന്ന് അവർ പറഞ്ഞു. അതുകൊണ്ടാണ് ഇവിടെ ലാ യഅലമൂന എന്ന് പറഞ്ഞത്. ഫല്ലാഹു യഹ്കുമു ബൈനഹും. ഇനി ഏത് കിതാബിന്റെ ആൾക്കാരായിരുന്നാലും കിതാബ് ഇല്ലാത്ത ആൾക്കാരായിരുന്നാലും ഫല്ലാഹു യഹ്കുമു ബൈനഹും, അവർക്കിടയിൽ അള്ളാഹ് എഴുന്നേറ്റ് വരുന്ന ദിവസം, ഖിയാമത്ത് നാൾ. എല്ലാവരും പോയതിനു ശേഷം എല്ലാവരും മരിച്ചു പോയതിനു ശേഷം പിന്നെ എഴുന്നേറ്റ് വരും. ഇപ്പൊ ഖുർആൻ പറയുന്ന യാഥാർത്ഥ്യങ്ങളുണ്ടല്ലോ, അല്ലെങ്കിൽ സിദ്ധാന്തങ്ങൾ, ആ സിദ്ധാന്തങ്ങളുടെ യാഥാർത്ഥ്യം പല നിലയ്ക്കും പറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മളൊരു കാര്യം പറയുമ്പോൾ നമ്മൾ അറിയാതെ ഒരു വാക്ക് നമ്മളിൽ നിന്ന് വന്നു പോകും ചിലപ്പോ. അതെങ്ങനെയാന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ അറിയാതെ വന്ന വാക്കിൽ പിടിച്ച് കാര്യം പറയും. അപ്പൊ അതേപോലെ അല്ലാഹു യഹ്കുമു ബൈനഹും യൗമൽ ഖിയാമ എന്ന് പറഞ്ഞാൽ ഖിയാമത്ത് നാളിൽ അള്ളാഹ് വിധിക്കും, അവർക്കിടയിൽ വിധിതീർപ്പുണ്ടാകും. അപ്പൊ എന്ത് ചെയ്തു? ഖിയാമത്ത് എന്ന വാക്കുള്ള ഉപയോഗിച്ചു. ഖിയാമത്ത് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണ്? ഖിയാമത്തിനെ കുറിച്ച് അള്ളാഹ് വേറെ പല സ്ഥലങ്ങളും പറഞ്ഞിട്ടുണ്ട്, ഇവിടെയും പറയുകയാണ്. എന്ന് പറഞ്ഞാൽ അവിടെ ഖുർആൻ പറയുന്ന സിദ്ധാന്തം പറയാൻ വേണ്ടി വേറെ പല ശൈലികളും രൂപങ്ങളും രീതികളും ഉപയോഗിക്കും. അള്ളാഹു ഒരു ദിവസം വിധി കൽപ്പിക്കും. അപ്പൊ വിധി കൽപ്പിക്കുന്ന ഒരു ദിവസമുണ്ട്, അതെല്ലാവരും മരിച്ചതിന് ശേഷമാണ്. മരിച്ചതിന് ശേഷം പിന്നീട് ഖിയാമത്തുണ്ട്, എഴുന്നേക്കും. ഫീമാ, ഒരു കാര്യത്തിൽ, കാനു ഫീഹി, അവർ അതിൽ, യഖ്തലിഫൂൻ, യഖ്തലഫ, അതെന്തായിരുന്നു? അവർ അതേ കാര്യത്തിൽ ഭിന്നാഭിപ്രായം. അവരെന്തൊക്കെയാണ് പരസ്പരം ആരോപിച്ചിരുന്നത്, ആ ആരോപണങ്ങൾക്കെല്ലാം ഫൈനൽ ജഡ്ജിമെന്റ് അള്ളാഹ് നടത്തും.
എന്നിട്ട് ചോദിക്കാണ് വമൻ അസ്ലമു മിമ്മൻ മനഅ മസാജിദല്ലാഹി അൻ യുദ്കറ ഫീഹ ഇസ്മുഹു വസഅ ഫീ ഖറാബിഹാ. വമൻ അസ്ലമു, ഏറ്റവും വലിയ അക്രമി ആരുണ്ട്, അല്ലെങ്കിൽ അക്രമി ആരാണ്, ഇവിടെ ഏറ്റവും വലിയ എന്നല്ല. വമൻ അസ്ലമു, അക്രമി ആരാണ്, മിമ്മൻ മനഅ, തടഞ്ഞവനേക്കാൾ. അപ്പൊ അസ്ലമു എന്ന് പറയുന്നത് എന്താണ്, മിൻ ഉപയോഗിച്ചുകൊണ്ട് കമ്പാരിറ്റീവ് ആണ്, താരതമ്യം ചെയ്യാൻ വേണ്ടി. മനഅ മസാജിദ് അല്ലാഹി, മസാജിദ് അല്ലാഹി, അള്ളാന്റെ മസ്ജിദുകളെ തടഞ്ഞവനേക്കാൾ അക്രമി ആരുണ്ട്. പള്ളി തടഞ്ഞവനേക്കാൾ, അല്ലെങ്കിൽ മസ്ജിദ് തടഞ്ഞവനേക്കാൾ, മസ്ജിദിനെ വിലക്കിയവനേക്കാൾ അക്രമി വേറെ ആരില്ല. ഒരാൾ മസ്ജിദിൽ വന്നാൽ അയാളെ തടയാൻ പാടില്ല, ആ മസ്ജിദിൽ ആരാധന നടത്തുന്നതിന് തടയാൻ പാടില്ല. അതേസമയം കഅബയ്ക്കകത്ത്, ഹറമിനകത്ത് അതുവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദൗത്യമായി ആഗതനാകുന്നത് വരെ ഹറമിനകത്ത് ആരെങ്കിലും പ്രവേശിച്ചു കഴിഞ്ഞാൽ അയാൾ വാപ്പയെ കൊന്ന ഒരാളെ അവിടെ വെച്ച് കണ്ടുപിട്ടിയാലും അവിടേക്ക് എന്താണോ എന്റെ വാപ്പയെ കൊന്നത് എന്ന് ചോദിക്കില്ല. ഹറമിനകത്ത് അത്രയും എന്താണ് സമാധാനമാണ് ഉണ്ടായിരുന്നത്. അതേസമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദൗത്യവുമായി വന്നപ്പോഴോ അവിടെ ഹറമിനകത്ത് നിന്ന് എന്ത് ചെയ്തു, ഹറമിനകത്ത് നിന്ന് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ആളെ അടിച്ചു വീഴ്ത്തിയിട്ടുണ്ട്. ഹറമിനകത്ത് ഖുർആൻ ഓതി അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഉറക്കെ ഓതിയ ഒരാള് അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് ആണ് ദൗത്യം ഏറ്റെടുത്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ആരുണ്ട് ഖുർആൻ ഹറമില് ഉച്ചസ്ഥലം ഓതി കേൾപ്പിക്കാൻ? അപ്പൊ എല്ലാരും ഉണ്ടായിരുന്നു, ആരും മിണ്ടില്ല, കാരണം അടി കിട്ടുമെന്നറിയാം. അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് എണീച്ചു ഞാനുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹമാണ് അവിടെ ഹറമിന് ആദ്യമായി പരസ്യമായി ഖുർആൻ പാരായണം ചെയ്തു. എഴുന്നേറ്റ് നിന്നിട്ട് എന്ത് ചെയ്തു, അർ റഹ്മാൻ അല്ലമൽ ഖുർആൻ. അപ്പൊ ഈ ഇബ്നു മസ്ഊദ് എന്താ ഓതുന്നതെന്ന്, എന്താ പറയുന്നതെന്ന് കേൾക്കാൻ വേണ്ടി എല്ലാവരും വിളിച്ചു കൂടിയപ്പോ ഇതാണ്. അപ്പൊ അവർക്ക് മനസ്സിലായി ഇത് ഖുർആനാണെന്ന്. നമ്മൾ നീ പറയുന്ന അതേ ശൈലിയാണുള്ളത്. എല്ലാരും എന്ത് ചെയ്തു, ബോധന തെല്ലി, അവസാനം ബോധരഹിതനായി വീണെന്ന് പറഞ്ഞു. അങ്ങനെ അടിച്ചിട്ടുണ്ട്, എവിടെ, പാളിക്കകത്ത് വെച്ച്. അപ്പൊ അതൊക്കെ ചെയ്യുന്നതിനേക്കാൾ വലിയ അക്രമി വേറെ ആരുണ്ട്? മസാജിദ് അല്ലാഹി അൻ യുദ്കറ ഫീഹാ. യുദ്കറ എന്ത് തരം ക്രിയ? യുദ്കറ കർമ്മണി പ്രയോഗം. അതിന്റെ കർത്തരി പ്രയോഗം എന്താണ്? തദക്കറൊന്നുമല്ല, യുദ്കറ എന്ന് പറഞ്ഞതിന്റെ കർത്തരി പ്രയോഗം അൻ വന്നതുകൊണ്ടാണ് യുദ്കറ എന്ന് വന്നത്, അല്ലെങ്കിൽ യുദ്കറു എന്നാണ് വരിക. അപ്പൊ യുദ്കറുവിന്റെ കർത്തരി പ്രയോഗം യദ്കുറു. കർത്തരി പ്രയോഗത്തിന് എന്ത് പറയും അറബിയില്? കർത്താവ് അറിയുന്ന ക്രിയ, അല്ലേ? കർത്താവ് അറിയപ്പെടുന്ന ക്രിയക്ക് എന്ത് പറയും? മഅറൂഫ്. കർത്താവ് അറിയപ്പെടാത്ത ക്രിയക്ക് എന്ത് പറയും? മജ്ഹൂൽ എന്ന് പറയും. നേരത്തെ പഠിച്ചിട്ടില്ലെങ്കിൽ ഇത് പഠിച്ചു വെച്ചു. മഅറൂഫ് അറിയപ്പെടുന്ന പറഞ്ഞാൽ ഫിഅല് മഅറൂഫ് എന്ന് പറഞ്ഞാൽ കർത്താവ് അറിയപ്പെടുന്ന ഫിഅല്. ഫിഅല് മജ്ഹൂൽ എന്ന് പറഞ്ഞാൽ കർത്താവ് അറിയപ്പെടാത്ത ഫിഅല്. അൻ യുദ്കറ, പരാമർശിക്കപ്പെടുവാൻ അല്ലെങ്കിൽ ഓർമ്മിക്കപ്പെടുന്നതിനെ യുദ്കറ ഫീഹാ ഇസ്മുല്ലാഹി, അള്ളാന്റെ നാമം, അല്ലെങ്കിൽ ഇസ്മുഹു, അവന്റെ നാമം. മസാജിദ് അല്ലാഹി, അള്ളാന്റെ മസ്ജിദുകളിൽ അവന്റെ നാമം ഓർമ്മിക്കപ്പെടുന്നതിന് തടയുന്നവനേക്കാൾ വലിയ അക്രമി ആരുണ്ട്? പിന്നെന്ത് ചെയ്യുന്നു? അതിനെ മോശമാക്കാൻ അവരെന്ത് ചെയ്യുന്നു? പ്രയത്നിക്കുന്നു, അല്ലെങ്കിൽ കഠിനാധ്വാനം ചെയ്യുന്നു. ഖറാബിഹ, അതിനെ മോശമാക്കുന്നതിന് വേണ്ടി, ചീത്തയാക്കുന്നതിന് വേണ്ടി. അത് ചീത്തയാക്കുന്നതിന്റെ ഭാഗമാണ് അതിന്റെ ചുറ്റും തുണിയില്ലാതെ തവാഫ് ചെയ്യുക. തുണിയെടുക്കാൻ അല്ലാഹ് പറഞ്ഞതാണ്,
പക്ഷെ അവര് പറയുന്നത് ഇങ്ങനെയാണ് ഞങ്ങൾ പഠിച്ചിരിക്കുന്നത്, ഇതാണ് ഞങ്ങളുടെ ആരാധന. തുണിയെടുക്കാതെയാണ് കാബ തവാഫ് ചെയ്യുന്നത്. അപ്പൊ അതുപോലെ മോശത്തരങ്ങളൊക്കെ അവിടെ കാണിക്കാം, പക്ഷേ അവിടെ സുജൂദ് ചെയ്യാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ സുജൂദ് ചെയ്തപ്പോ എന്ത് ചെയ്തു? അബൂജഹൽ വന്നിട്ട് എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ സുജൂദ് ചെയ്തു ഹറമില്. അബൂജഹൽ വന്നിട്ട് എന്ത് ചെയ്തു? ചവിട്ടാൻ ഊഞ്ഞെന്ന് പറയുന്നു. കഴുത്തിൽ കുടൽമാല ഇട്ടു. കഴുത്തിൽ കുടൽമാല ഇട്ടു, അത് വേറെ കാര്യം. ചവിട്ടാൻ വന്നു അബൂജഹൽ. ഇങ്ങനെയാണോ? ഇതെന്ത് ആരാധനയാണോ എന്ന് ചോദിച്ചു. ഇതെന്ത് ആരാധനയാണോ? ഇങ്ങനെയാണോ ആരാധന? അങ്ങനെ ഒരു ഭാഗത്ത് ചില സമയത്ത് കുടൽമാല കൊണ്ടുവന്നിട്ട് ചില സമയത്ത് ചവിട്ടാൻ വരുന്നു. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യുന്നു? ഫീഹ ഇസ്മുഹു, അവന്റെ നാമത്തെ ഓർമ്മിക്കപ്പെടുന്നതിന് തടയുന്നു. അതിനേക്കാൾ അക്രം വേറെ ആരാ ഉള്ളത്? ഹറാബിഹ, അതിലെല്ലാം മോശം തരങ്ങളും അവിടെ കാണിക്കാം. അവർ ലഹും, മാക്കാന എന്ന് പറഞ്ഞാൽ എന്താണ്? ആയിരുന്നില്ല എന്നല്ല, ആയിരുന്നില്ല എന്നല്ല, കഴിയുകയില്ലെന്ന് കഴിയുകയില്ലെന്ന് എഴുതിയുണ്ട് അല്ലേ? അനുയോജ്യമല്ല എന്ന് എഴുതിയിട്ടില്ലേ? അനുയോജ്യമല്ല എന്നതാണ് അതിന്റെ ശരിക്കുള്ള പ്രയോഗം. അങ്ങനെ മാക്കാൻ എന്ന് പറയുന്നത് അനുയോജ്യമല്ല. അത് മാക്കാൻ എന്നത് എന്താണ്? അതിന്റെ പ്രയോഗം. കമ്മ്യൂണിക്കേറ്റ് അറബിക്കില് പഠിച്ച ആരുണ്ട്? മാക്കാന അറിയുന്നുണ്ടോ? മാക്കാന ഒരു പ്രയോഗമുണ്ട്. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് അറബിക്കിൽ അത് പ്രയോഗം പഠിപ്പിക്കും. അപ്പൊ മാക്കാൻ ലഹും അവർക്ക് പ്രവേശിക്കൽ. അപ്പൊ യദ്ഖുലൂനയുടെ ഞാൻ എങ്ങനെ പോയി? വന്നതുകൊണ്ട് അവിടെ പ്രവേശിക്കാൻ അവർക്ക് അനുയോജ്യമല്ല എന്ന് പറഞ്ഞാൽ അവർക്ക് കഴിയില്ല. നമ്മൾ മലയാളത്തിൽ പറയാൻ വേണ്ടി അങ്ങനെ വാക്ക് പറഞ്ഞാലേ പറ്റുള്ളൂ എന്നതുകൊണ്ട് കഴിയില്ല എന്ന് പറഞ്ഞു. അക്കാനെന്ന് പറഞ്ഞാൽ അനുയോജ്യമല്ല എന്ന പ്രയോഗമാണ് ഇവിടെ ഉള്ളത്. അവർക്ക് ഖായിഫീന്റെ ഫേല് മാളി എന്താണ്? അപ്പൊ ഖായിഫീൻ അതിന്റെ എന്താണ്? ഖാഫയിലെ കർത്താവിന്റെ നാമം. കർത്താവിന്റെ നാമം. കർത്താവിന്റെ നാമത്തിന് എന്ത് പറയാം അറബിയില്? ഇസ്മുൽ ഫാഇൽ. ഇസ്മുൽ ഫാഇൽ, കർത്താവിന്റെ നാമം. ഇസ്മു ഫാഇലിന്റെ ജംആണ് ഖായിഫീൻ. ഖായിഫീൻ, ഭയപ്പെടുന്നവരായിക്കൊണ്ടല്ലാതെ അവിടെ പ്രവേശിക്കാൻ അവർക്ക് അനുയോജ്യമല്ല എന്ന് പറഞ്ഞാൽ അവർക്ക് പേടിച്ചിട്ടേ അവിടെ കയറാൻ പറ്റൂ. കാരണം എന്താ? അവരെല്ലാ കുഴപ്പങ്ങളും അവിടെ ചെയ്താൽ അള്ളാഹ് പിടിച്ച് ശിക്ഷിക്കുമെന്നൊരു പേടി ഉണ്ടാവണ്ടേ? അള്ളാഹ് പിടിച്ച് ശിക്ഷിക്കും, അവർക്കറിയാം അള്ളാഹ് ശിക്ഷിക്കുന്നത്. ലഹും ഫിദ്ദുനിയാ ഖിസ്യുൻ, അവർക്ക് എന്തുണ്ട്? ഈ ലോകത്ത് നിന്ദ്യതയുണ്ട്. ഈ ലോകത്ത് അവർക്ക് പല നിലയ്ക്കും നിന്ദ്യത ലഭിച്ചിട്ടുണ്ട്. അബൂലഹബ് എന്ത് ചെയ്തു? എന്തായി? അബൂലഹബിന് എന്താ സംഭവിച്ചത്? അബൂലഹബിന്റെ ചെറിയ മക്കളുണ്ടായിരുന്നിട്ടും അബൂലഹബ് ആരും തിരിഞ്ഞു നോക്കാണ്ടായില്ല. സ്വന്തം ഭാര്യയും കൂടി ഉണ്ടായില്ലേ? സ്വന്തം ഭാര്യയും മക്കളെല്ലാം എന്ത് ചെയ്തു? അവരെല്ലാം പോയി വേറെ എവിടെ താമസമാണ്. അദ്ദേഹത്തെ എന്താക്കി? അദ്ദേഹത്തെ ഒഴിവാക്കി, ഒറ്റപ്പെടുത്തി. നമ്മളെന്താ ഇപ്പം പുതിയ ഇംഗ്ലീഷ് വാക്ക് എന്താ പറയുന്നത്? അദ്ദേഹത്തെ ക്വാറന്റൈനിലാക്കി. ക്വാറന്റൈനിൽ തന്നെ. അദ്ദേഹം ക്വാറന്റൈനിലാക്കിയിട്ട് എല്ലാരും പോയി കഴിഞ്ഞപ്പോ എന്ത് പറ്റി? ആള് മരിച്ചത് പോലും ആരും അറിഞ്ഞില്ല.
മരിച്ച് പുഴു വന്നു. പിന്നെയാണ് എന്ത് ചെയ്തത്? വടി കൊണ്ടൊന്നൊക്കെ നീക്കി കുഴി ഉണ്ടാക്കി കുട്ടിയിട്ട് അടക്കം ചെയ്തു. JCB കൊണ്ടൊന്ന് നീക്കിയിട്ട. അബൂജഹൽ എന്ത് പറ്റി? അബൂജഹൽ ബദറിൽ കൊല്ലപ്പെട്ടു. അപ്പോ ലഹും ഫിദ്ദുനിയ ഖിസ്യുൻ, അവർക്ക് ഈ ലോകത്ത് നിന്ന് നിന്യതയുണ്ട്. വലഹും ഫിൽ ആഖിറതി അദാബുൻ അളീം, പരലോകത്ത് അവർക്ക് എന്തുണ്ട്? ഭയങ്കരമായ ശിക്ഷയുണ്ട്. അതിനാണ് ഇരട്ടി ശിക്ഷ എന്നൊക്കെ പറയുന്നത്. ഏത്? ഈ ലോകത്ത് ശിക്ഷയുണ്ട്, പരലോകത്ത് വേറെ ശിക്ഷ. വലില്ലാഹിൽ മശ്രിഖു വൽ മഗ്രിബ്, ലില്ലാഹി അല്ലാഹുള്ളതാണ്. അൽ മശ്രിഖ്, മശ്രിഖ് എന്താണ്? ഉദയസ്ഥാനം. മഗ്രിബ് അസ്തമയ സ്ഥാനം. മഗ്രിബ് നമസ്കാരം, സ്വലാത്തുൽ മഗ്രിബ് എന്ന് പറഞ്ഞാൽ എന്താ? അസ്തമയ സ്ഥാനത്തുള്ള നമസ്കാരം എന്നാ? അതായത് സ്ഥലത്തെ സൂചിപ്പിക്കാനും സമയത്തെ സൂചിപ്പിക്കാനും ഒരു പദമാണുള്ളത്. മശ്രിഖ് എന്ന് പറഞ്ഞാൽ ഉദിക്കുന്ന സമയമെന്നും പറയാം, ഉദിക്കുന്ന സ്ഥാനം എന്നും പറയാം. മഗ്രിബ് എന്ന് പറഞ്ഞാൽ അസ്തമിക്കുന്ന സമയം എന്നും പറയാം, അസ്തമിക്കുന്ന സ്ഥാനം എന്നും പറയാം. അപ്പൊ ഇവിടെ സ്ഥലത്തെ സംബന്ധമായ പ്രയോഗമാണ്. ലില്ലാഹിൽ മശ്രിഖു, സമയത്തെ കുറിച്ചല്ല. ഇനി സമയമായിരുന്നാലും അതും അള്ളാഹ്ക്കുള്ളത് തന്നെയാണ്. ലില്ലാഹിൽ മശ്രിഖു വൽ മഗ്രിബ്, ഉദയസ്ഥാനം അള്ളാഹ്ക്കുള്ളതാണ്, അസ്തമയ സ്ഥാനം അള്ളാഹ്ക്കുള്ളതാണെന്ന് പറഞ്ഞാൽ ഒമാ ബൈനഹുമ പറയേണ്ട കാര്യമില്ല. അത് മുതൽ ഇതുവരെയുള്ളതെല്ലാം അള്ളാഹ്ക്കുള്ളതാണ്. ലില്ലാഹിൽ മശ്രിഖ് എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ മുഴുവൻ ഉടമസ്ഥത അള്ളാഹ്ക്കുള്ളതാണ്. ഈ ഉടമസ്ഥത ആർക്കുമില്ല. മറ്റാർക്കും ഇല്ലെങ്കിൽ പിന്നെ മറ്റാരോട് എങ്ങനെ പ്രാർത്ഥിക്കും? കാരണം അവരുടെ കയ്യിൽ തരാനൊന്നുമില്ല. തരാനുള്ളതെല്ലാം അള്ളാഹിന്റെ ഉടമസ്ഥതയിലാണ്. എങ്കിൽ പിന്നെ അവരോട് പ്രാർത്ഥിച്ചിട്ട് എന്താ കാര്യം? ഇതാണ് ആ ചോദ്യത്തിന്റെ ഇതിന്റെ അങ്ങനെ ഈ ആശയം പറയുന്നതിന്റെ മറ്റൊരു അർത്ഥം. ഉടമസ്ഥത മുഴുവൻ അള്ളാഹിനൊക്കെയുള്ളതാണെങ്കിൽ നിങ്ങൾ അള്ളാഹ് അല്ലാത്തവരോട് ചോദിച്ചിട്ട് എന്താ കാര്യം? അതുകൊണ്ടാണ് ലില്ലാഹി ആദ്യം പറഞ്ഞിരിക്കുന്നത്. ലില്ലാഹി ആദ്യം പറഞ്ഞത് എംഫസൈസ് ചെയ്യാൻ വേണ്ടിയാണ്. ലില്ലാഹി അള്ളാഹ്ക്കുള്ളതാണ്. അൽ മശ്രിഖു വൽ മഗ്രിബ്, ഉദയസ്ഥാനമാകട്ടെ ഉദയസ്ഥാനമാകട്ടെ അസ്തമയ സ്ഥാനം. ഐനമാ തുവല്ലു, നിങ്ങൾ ഐനമാ എവിടെ ആയിരുന്നാലും, തുവല്ലു അല്ലെങ്കിൽ എങ്ങോട്ടായിരുന്നാലും, തുവല്ലു നിങ്ങൾ പിൻപറ്റുന്നത്, അല്ല നിങ്ങൾ തിരിയുന്നത്. അവിടെ അവിടെയുണ്ട്. സമ്മ അവിടെയുണ്ട്. വജ്ഹുള്ള, അള്ളാന്റെ അള്ളാഹു എന്നുള്ള എപ്പോഴും നമ്മ എടുത്തിട്ടാണ് പറയല്. അള്ളാന്റെ മുഖം. ഇംഗ്ലീഷ് നമ്മൾ പറയുമ്പോൾ എന്താ പറയാ? അള്ളാഹു സെഡ് എന്നാണ് പറയാ. അള്ളാഹൂസ് ഫേസ് എന്നാണ് പറയാ. ഫേസ് ഓഫ് അള്ളാഹ് അല്ലെങ്കിൽ അള്ളാഹ്സ് ഫേസ് എന്നാണ് നമ്മൾ പറയാ. അപ്പൊ നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ തന്നെ അവിടെ നമ്മ കൊടുക്കുന്നതിനാ അള്ളാഹുലേക്ക് തിരിയുക എന്നല്ലേ? ഞാൻ പറഞ്ഞത് ഹൂ എന്ന് പറയണോ വേണ്ടേ എന്നുള്ളതാണ്. അള്ളാന്റെ മുഖം. അതാണ് ചോദിച്ചത്. ഇംഗ്ലീഷ് പറയുമ്പോൾ എന്ത് പറയും നമ്മള്? ഇംഗ്ലീഷ് നമ്മൾ അള്ളാഹു എന്ന് പറയും. ഇംഗ്ലീഷിൽ പറയുമ്പോൾ അള്ളാഹ് എച്ച് മാത്രമേ ഉള്ളൂ. ഇംഗ്ലീഷ് അറിയാം. ഉറുദുക്കാര് പറയുമ്പോൾ എന്ത് പറയും? അല്ലാ തആല ഫർമാതാ ഹൈ എന്ന് പറയും. അല്ലാ തആല ഫർമാതാ ഹൈ. അപ്പൊ അല്ലാഹു തആല എന്നല്ല പറയുന്നത്. അല്ലാഹു തആല ഫർമാതാ ഹൈ എന്ന് പറഞ്ഞാൽ പറഞ്ഞിരിക്കുന്നു എന്ന്. അപ്പൊ അല്ലാഹ് എന്നാണ് അവർ പറയുന്നത്, അല്ലാഹു എന്ന് പറയില്ല. നമ്മൾ പണ്ട് പോലെ അങ്ങനെ പറഞ്ഞു വന്നുകൊണ്ട് അങ്ങനെ പറഞ്ഞു പോവുകയാണ്. പക്ഷെ മാറി ചിന്തിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്.
അപ്പൊ സമ്മ വജുഹുള്ള, അവിടെ അള്ളാന്റെ മുഖമുണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് നോക്കിയാൽ അള്ളാഹിന്റെ മുഖമുണ്ട്, ഇങ്ങോട്ട് നോക്കിയാൽ അള്ളാഹിന്റെ മുഖമുണ്ട് എന്നല്ല പറഞ്ഞിട്ടാണ്. നിങ്ങൾ ഇനി പറയാൻ പോകുന്നുണ്ട്, നിങ്ങൾ മസ്ജിദുൽ അഖ്സയിലേക്ക് തിരിഞ്ഞ് നമസ്കരിച്ചാലും മസ്ജിദുൽ ഹറാമിലേക്ക് തിരിഞ്ഞ് നമസ്കരിച്ചാലും അവിടെ അള്ളാന്റെ ഫേസ് ഉണ്ട്. അതല്ലാതെ ആ മുഖം അവിടെ എന്ന് പറയുന്ന സംഭവം അവിടെ ഉണ്ട് എന്നല്ല എൻ്റെ അർത്ഥം. അള്ളാന്റെ സാന്നിധ്യം അവിടെ ഉണ്ട്. അള്ളാന്റെ സാന്നിധ്യം എല്ലാ സ്ഥലത്തും ഉണ്ട്. വജുഹിന്റെ വജുഹു എന്നുള്ളതിന്റെ അർത്ഥല്ലേ, സാന്നിധ്യം. അതെ, വജ്ഹ് എന്ന് പറഞ്ഞാൽ ഇവിടെ മുഖം എന്നതല്ല, മറിച്ച് എന്താണ്, അള്ളാന്റെ പൂർണ്ണമായ അവസ്ഥയാണ്. അള്ളാഹുലേക്ക് തിരിയുക എന്നും പറഞ്ഞൂടെ? ഞാൻ പറഞ്ഞ ഒന്നും നിങ്ങൾക്ക് മനസ്സിലായില്ലെന്ന് എനിക്ക് മനസ്സിലായി. വജ്ഹുല്ലാഹി, വജ്ഹ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ അള്ളാന്റെ ഒരു പാർട്ടല്ല, മറിച്ച് എന്താണ്, അള്ളാഹ് പൂർണ്ണമായും ആണ്. അങ്ങനെ അറബി ഭാഷയിൽ പ്രയോഗമുണ്ട്. അറബി ഭാഷയിൽ ഒരു ആളിനെ പറയുന്നതിന് പകരം അയാളുടെ മുഖം എന്ന് പറയും. ആ അർത്ഥത്തിലാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അവിടെ അള്ളാഹ് ഇരിക്കുന്നു, ഇവിടെ അള്ളാഹ് ഇരിക്കുന്നു എന്നല്ല. അവിടെ എല്ലാ സ്ഥലത്തും അള്ളാഹുവിന്റെ സാന്നിധ്യമുണ്ട്. അള്ളാഹ് എന്ന് പറയുന്ന ഒരു അസ്തിത്വം അല്ലെങ്കിൽ ഒരു വ്യക്തിത്വം അവിടെ ഇരിക്കുന്നു, ഇവിടെ ഇരിക്കുന്നു എന്നല്ല എൻ്റെ അർത്ഥം. കിഴക്കോട്ട് തിരിഞ്ഞാൽ അവിടെ ഉണ്ടാവും, പടിഞ്ഞാറോട്ട് തിരിഞ്ഞാൽ അവിടെ ഉണ്ടാകും എന്നല്ല. മലയാളത്തിൽ നമ്മളൊരു പാട്ട് കേട്ടിട്ടുണ്ടാവും, കല്ലിലും മുള്ളിലും തൂണിലും തുരുമ്പിലും ദൈവമിരിക്കുന്നു. അങ്ങനെ ഒരു സംഭവം എന്തിലില്ല? ഇസ്ലാമിലില്ല. പക്ഷെ അള്ളാഹ് ഈ പ്രപഞ്ചം മുഴുവൻ അല്ലെങ്കിൽ എവിടെയൊക്കെ ഉണ്ടോ, പറയാൻ പറ്റുന്ന എവിടെയൊക്കെ ഉണ്ടോ, അവിടെ എല്ലാം അള്ളാന്റെ സാന്നിധ്യമുണ്ടാവും. അതാണ് ഇവിടെ പറഞ്ഞിട്ടാണ് ഫസമ്മ വജ്ഹുല്ല. ഇന്നല്ലാഹ വാസിഉൻ അലീം, അള്ളാഹ് വിശാലനും നന്നായി അറിയുന്നവൻ. വഖാലു ഇത്തഖദല്ലാഹു വലദ, വഖാലു അവര് പറഞ്ഞു ഇത്തഖദല്ലാഹു വലദ. അപ്പൊ അവരിൽ ചിലർ പറഞ്ഞു ഇത്തഖദല്ലാഹു വലദ, അള്ളാഹ് പുത്രനെ സ്വീകരിച്ചിരിക്കുന്നു. അപ്പൊ അവിടെ എന്ത് ചെയ്യണം? അവിടെ നിർത്തിയിട്ടാണ് ബാക്കി വായിക്കുന്നത്. ചില മുസ്ലിമിലൂടെ അവിടെ മീമിനെ ഉണ്ടാവും, അവിടെ നിർത്തിയിട്ടാണ് ബാക്കി. ഖാല ഇത്തഖദല്ലാഹു വലദ. ചില ആൾക്കാർ പറഞ്ഞു അവൻ പുത്രനെ സ്വീകരിച്ചു. സുബ്ഹാന എന്ന് പറഞ്ഞാൽ അവൻ എത്ര പ്രയോഗമാണ് സുബ്ഹാനയുടെ അർത്ഥത്തിലുള്ളത്. സുബ്ഹാനയുടെ കൂടെ ഒരു ഹൂവും കൂടെ ഉണ്ടാവും. സുബ്ഹാനയുടെ കൂടെ സുബ്ഹാനയുടെ കൂടെ ആരാണ് എന്നതിന്റെ സൂചിപ്പിക്കുന്ന ഒരു പദം കൂടെ ഉണ്ട്. സുബ്ഹാനയുടെ അള്ളാഹ് എന്ന് പറയുമ്പോൾ അള്ളാഹ് എത്ര പരിശുദ്ധൻ. സുബ്ഹാനയുടെ കൂടെ ഹൂ ചേർത്താൽ സുബ്ഹാനഹു എന്ന് പറഞ്ഞാൽ അവൻ എത്ര പരിശുദ്ധൻ. സുബ്ഹാന എന്നുള്ള അർത്ഥം നമ്മൾ സൂറത്തു ഏത് സൂറത്തെ പഠിച്ചത്? പഠിച്ചു നമ്മൾ പറഞ്ഞു. സുബ്ഹാന എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാല് negate the negative. Allah is free from all type of negativeness. ഒരു തരത്തിലുള്ള ന്യൂനതകളും ഇല്ലാത്തവനാണ്, ന്യൂനതയില്ല എന്ന് പറയലാണ് സുബ്ഹാന എന്ന് പറയുന്നത്. അപ്പം പുത്രൻ ഉണ്ടാവുക എന്നത് എന്താണ്? ഒരു ന്യൂനതയാണ്, ഇറ്റ്സ് എ വീക്ക്നെസ്. മകനുണ്ടായപ്പോഴും എന്താവും? മകനോട് സ്നേഹം ഉണ്ടാവും, മകനോടൊരു പ്രത്യേക മമതയുണ്ടാവും. പിന്നെ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ടാവും. ഇതെല്ലാം എന്താണ്? ദൈവമായിരിക്കുക എന്നതിൽ നിന്നും ഉള്ള എന്ന അവസ്ഥയിലുള്ള ഒരു ന്യൂനതയാണ്. പറയുന്ന ബാക്കിയെല്ലാം എന്താണ്? ന്യൂനതയാണ്. കാരണം എന്താണ്? നിഷ്പക്ഷമായ ഒരവസ്ഥ പിന്നീട് ഉണ്ടാവില്ല. ഏകത്വം എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയില്ല. കാരണം എന്താണ്? ഡിവൈഡിലായിപ്പോയി. മകനുണ്ടായപ്പോ എന്തായി? ഡിവിഷൻ വന്നു, നെക്സ്റ്റ് ബ്രാഞ്ച് വന്നു.
ഏകനാകുന്ന അവസ്ഥ പിന്നീട് ഉണ്ടാവില്ല. മുൻഗാമിയില്ല പിൻഗാമിയില്ല എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാവില്ല. പിൻഗാമി ഒന്നും. അപ്പൊ അങ്ങനെ ഒരുപാട് ന്യൂനതകൾ ഉണ്ടായിത്തീരും. അതുകൊണ്ടാണ് സുബ്ഹാന ബൽ ലഹു മാ ഫിസ് സമാവാതി വൽ അർദ്. ഇനി ഒരു മകനാണെങ്കിൽ അത് അള്ളാന്റെതാണ്. ഒരു 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 വലത് എടുത്തു നോക്കിയാൽ വലത് അള്ളാന്റെതാണ്. കാരണം അള്ളാന്റെ സൃഷ്ടിയാണ് അത്. അതിന് പറയാൻ വേണ്ടിയാണ് ലഹു മാ ഫിസ് സമാവാത്, ആകാശങ്ങളിലുള്ളത് മുഴുവൻ അവനുള്ളതാണ്. വൽ അർദ്, ഭൂമിയിലുള്ളത്. അപ്പൊ ഭൂമിയിലുള്ള ഒരാളെ ചൊല്ലിയിട്ട് ഇത് അള്ളാന്റെ ഇയാൾ അള്ളാന്റെ ആണോ എന്ന് ചോദിച്ചാൽ അള്ളാന്റെയാണ്. ഈ കുട്ടി അള്ളാന്റെയാണ്. ഈ കുട്ടിയുടെ പിതാവ് അള്ളാന്റെയാണ്. കുട്ടിയുടെ മാതാവ് അള്ളാന്റെയാണ്. എല്ലാം അള്ളാന്റെയാണ്. മാ ഫിസ് സമാവാതി, ഒരു മകനല്ല, മകളല്ല, അതേപോലെ അമ്മയല്ല, അച്ഛനല്ല, എല്ലാവരും അള്ളാഹുള്ളവരാണ്. ഖരപദാർത്ഥമല്ല, ജീവനുള്ളതായിരുന്നാലും ജീവൻ ഇല്ലാത്തതായിരുന്നാലും, ദ്രാവകമായിരുന്നാലും ഖരപദാർത്ഥമായിരുന്നാലും അല്ല വാതകമായിരുന്നാലും എല്ലാം അള്ളാഹുള്ളതാണ്. ഇവിടുന്ന് അള്ളാഹുടെ ഉടമസ്ഥ നേരത്തെ ലില്ലാഹിൽ മശ്രിഖ് വൽ മഗ്രിബ് എന്ന് പറഞ്ഞു. അതും ഇതേപോലെ ഒരു മറ്റൊരു സംഭവമാണ്. ലില്ലാഹി മാഫിസ് സമാവാതി വമാഫിൽ അർളി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലെന്താണ്? ഒരു തത്വമാണ്. ഇതെല്ലാം അടങ്ങുന്നത് എന്താണ്? ഇതെല്ലാം പറയുന്നത് ഉടമസ്ഥത അള്ളാഹ്ക്കുള്ളതാണ്. എവ്രിതിങ് ഈസ് ബിലോങ്സ് ടു ഹിം. എല്ലാം അള്ളാഹിന്റെയാണ്. പിന്നെ അള്ളാഹ്ക്ക് ഒരു മകൻ ഉണ്ടാകേണ്ട കാര്യമില്ല, ഒരു മകൾ ഉണ്ടാവേണ്ട കാര്യമില്ല. അള്ളാഹ് ദൈവമായിരിക്കെ പിന്നെ വേറെ ഒന്നും അവൻ ആവശ്യമില്ല. കുല്ലുൻ ലഹു ഖാനിതൂൻ, എല്ലാവരും അവന്റെ മുന്നിൽ എന്ത് ചെയ്യാണ്? അവന് ഖാനിതൂൻ, അവനോട് വിനയമുള്ളവരാണ്, താഴ്മയുള്ളവരാണ്, വണക്കമുള്ളവരാണ്. ബദിഉസ് സമാവാതി വൽ അർദ്, നിങ്ങൾ പറയുന്ന വലതുണ്ട് എന്ന് പറഞ്ഞാൽ അതൊക്കെ വളരെ മോശമായ കാര്യമാണ്. അവൻ ആരാണ്? അവനാണ് ബദിയ. അവൻ എന്ത് ചെയ്യുന്നു? എല്ലാത്തിനും സമാവാത്തും അർളും എന്ത് ചെയ്തു? ക്രിയേറ്റഡ് വിതൗട്ട് എനി പ്രീവിയസ് ടെസ്റ്റ്മെന്റ്. ഒരു മാതൃകയുമില്ലാതെ, ഒരു മാതൃകയുമില്ല. ഇപ്പൊ നമ്മള് ഒരു മോഡൽ ഉണ്ടാക്കി, ഒരു ചിത്രം ഉണ്ടാക്കി, ഒരു എംബ്ലോക്ക് ഉണ്ടാക്കി, ഒരു എന്താ പറയാ, ഒരു ലോഗോ ഒക്കെ ഉണ്ടാക്കി വന്നു. കുറെ നാൾ കഴിയുമ്പോൾ ഇതേപോലത്തെ ലോഗോ വേറെ ആർക്കെങ്കിലും ഉണ്ടാവും. കുറെ നാൾ കഴിയുമ്പോഴായിരിക്കും നമ്മൾ കണ്ടെത്തുക, ഈ ലോഗോ സംഭവം ഇയാൾ നെറ്റി നിർത്തായിരുന്നു. അയാള് പിന്നെ നമ്മൾ കുറെ ആൾ സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് അതുപോലത്തെ ലോഗോ പഴയ നമുക്ക് മുമ്പ് വേറെ ആൾക്കാർക്ക് ആരും ഉണ്ടായിരുന്നു. അപ്പൊ അതേപോലെ നമ്മളുടെ ബിൽഡിംഗ് കൊണ്ട് നോക്കിയാലും ഉണ്ടാക്കിയാൽ നമ്മളൊരു പ്ലാനൊക്കെ വാങ്ങിച്ച് അടിപൊളിയായിട്ട് ഇതുപോലത്തെ വേറെ എവിടെ ഇല്ലെന്ന് പറയും. കുറെ ആൾ കഴിയുമ്പോൾ അതുപോലത്തെ വേറെ പല സ്ഥലങ്ങളിലും നമുക്ക് കണ്ടെത്താൻ പറ്റും. അത് നമ്മളെ വീടുണ്ടാക്കുന്നതിന് മുമ്പ് ഉണ്ടാക്കിയതുമായിരിക്കും. അപ്പോ അവരെല്ലാം എന്താണ്? ഏതോ ഒരു മാതൃകയിൽ നിന്നാണ് ഉണ്ടാക്കിയത്. ഏതൊരു കലാകാരനും ആ കലാകാരൻ ഉണ്ടാക്കുന്ന ഒരു കലയ്ക്ക് ഒരു എന്തുണ്ട്? പൂർവ്വ മാതൃക. പക്ഷെ അല്ലാഹ് എന്താണ്? ബദിയ സമാവാതി, ആകാശഭൂമികളുടെ പൂർവ്വ മാതൃകയില്ലാതെ സൃഷ്ടിച്ചവരാണ്. ഇത് ഖദാ അംറൻ, അവനൊരു കാര്യം വിധിച്ചാൽ, ഖദാ അംറൻ, ഒരു കാര്യം വിധിച്ചാൽ ഇന്നമാ യഖൂലു ലഹു, അവനോട് പറയുക മാത്രമേ വേണ്ടിയുള്ളൂ. ഇന്നമാ മാത്രം, ഇന്നമാ യഖൂലു ലഹു, അവനോട് പറയുക മാത്രമേ വേണ്ടിയുള്ളൂ. കുൻ ഫയകൂൻ. പക്ഷെ ഇത് പറയുമ്പോഴത്തേക്ക് മറച്ചു മണിച്ചാണ് പറയേണ്ടത് പാരായണം ചെയ്യുമ്പോൾ. إذا قضى أمرا فإنما يقول له كن فيكون. അതെന്താണ്? അല്ല, പാരായണ രീതിയാണ്. അല്ലെങ്കിൽ ആദ്യം നമുക്ക് ഹക്ക തിലാവത്തി എന്ന് പറഞ്ഞതിന്റെ ഒരു തിലാവത്ത് അതാണ്, ഒരു കാര്യം അതാണ്. പല കാര്യങ്ങളുണ്ട്. നമ്മൾ പറഞ്ഞത് ഹക്ക തിലാവത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ വായിക്കേണ്ട പ്രകാരം എന്ന് പറഞ്ഞാൽ ചിന്തിച്ച് ഗ്രഹിച്ചുകൊണ്ട് വായിക്കുക. അതേപോലെ നമ്മൾ ഖുർആൻ അങ്ങനെ പാരായണം ചെയ്യുകയാണെന്ന് വിചാരിച്ചു, വേറെ ആൾക്ക് വായിച്ച് കേൾപ്പിച്ചെടുക്കുകയാണ്. എന്ത് ചെയ്യണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ജിബ്രീൽ എങ്ങനെയാണോ വായിച്ച് കേൾപ്പിച്ചെടുത്തത് അതേപോലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾക്ക് എങ്ങനെയാണോ വായിച്ച് കേൾപ്പിച്ചെടുത്തത് അതേപോലെ വായിക്കും. അപ്പൊ മറച്ച് മണിച്ച് പറയണം കുൻ ഫയകൂൻ. പക്ഷെ അല്ലാഹ് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ശബ്ദം കുൻ എന്ന് പറഞ്ഞ് നമുക്ക് മനസ്സിലാകാൻ വേണ്ടി രണ്ടക്ഷരം ഉപയോഗിച്ചെന്നേ ഉള്ളൂ.
പക്ഷെ അള്ളാഹ് ഉപയോഗിക്കുമ്പോഴത്തേക്ക് ഈ രണ്ട് അക്ഷരത്തിന്റെ ഒന്നും ആവശ്യമില്ല. നീ ഉണ്ടാകൂ എന്നാണ്. കുൻ, നീ ആകൂ, അല്ലെങ്കിൽ നീ ഉണ്ടാകൂ എന്നാണ്. കാന ആയിരുന്നു, ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. അപ്പോ കുൻ, നീ ഉണ്ടാകൂ, അല്ലെങ്കിൽ നീ ആകൂ എന്ന് പറയുക മാത്രമേ വേണ്ടിയുള്ളൂ. ഇനി പറയുകയും വേണ്ട, അള്ളാഹ് ചിന്തിച്ചാൽ മതി. അപ്പൊ യകൂനു, അപ്പോൾ അത് ആകുന്നു അല്ലെങ്കിൽ ഉണ്ടാകുന്നു. തീരുന്നു എന്താ പറഞ്ഞ ആയിത്തീരും. അപ്പോൾ ആയിത്തീരും. ഓക്കെ, അതായിത്തീരും. ആയിത്തീരും അല്ലെങ്കിൽ ആകും, ആയിത്തീരും. നിങ്ങളുടെ ട്രാൻസ്ലേഷൻ എന്താ എഴുതി അത് തന്നെ ഞാൻ പറഞ്ഞോളാം, നിർബന്ധമൊന്നുമില്ല. ഞാൻ ട്രാൻസ്ലേഷൻ ഒന്ന് പറഞ്ഞു. وقال الذين لا يعلمون, قال الذين لا يعلمون, അറിവില്ലാത്തവർ പറഞ്ഞു. الذين لا يعلمون ആരെന്നാ അവിടെ പറഞ്ഞു? നമ്മള് ആരാണ്? കുറച്ചു മുമ്പ് الذين لا يعلمون ജൂതന്മാർ, കിതാബ് ലഭിക്കാത്ത ആൾക്കാര്. അപ്പൊ ആ പറഞ്ഞ ആൾക്കാരെ ആയിരിക്കാം ഇവിടെയും ഉദ്ദേശം, അല്ലെങ്കിൽ വിവരമില്ലാത്തവർ മൊത്തത്തിൽ. വിവരമില്ലാത്ത ലായാലമോ എന്ന് പറഞ്ഞാൽ വിവരമില്ലാത്തവർ. നമ്മൾ വിചാരിക്കും അയാള് IAS പഠിച്ചിട്ടുണ്ട്, IPS പഠിച്ചിട്ടുണ്ട്, പക്ഷെ അയാൾ അള്ളയെ കണ്ടെത്തിയിട്ടില്ലെങ്കിൽ അതുകൊണ്ടാണ് പറഞ്ഞ അക്സറഹും ലായഖിലൂൻ, അവരാരും അധിക പേരും ചിന്തിക്കുന്നില്ല, ബഹുഭൂരിപക്ഷവും ചിന്തിക്കുന്നില്ല. അക്സറുന്നാസ് ലാ യഅലം, അക്സറഹും ലാ യഖിലൂൻ, ലാ യഅലമൂൻ എന്നൊക്കെ പറയാം. എന്നാൽ ഖാലദീന ലാ യഅലമൂൻ, വിവരമില്ലാത്തവർ പറഞ്ഞു, ലൗലാ യുകല്ലിമുനല്ലാഹ്, എന്തുകൊണ്ട്, ലൗലാ എന്തുകൊണ്ടില്ല, യുകല്ലിമുന ഞങ്ങളോട് സംസാരിക്കുന്നു, ലൗലാ യുകല്ലിമുന എന്തുകൊണ്ട് ഞങ്ങളോട് സംസാരിക്കുന്നില്ല, യുകല്ലിമു അവൻ സംസാരിക്കുന്നു, ഞങ്ങളോട്. അതിനോട് ചേർന്ന് വന്നപ്പോൾ അതിന്റെ മഫ്ഊലും ബിഹി അതിനോട് ചേർന്ന് വന്നിരിക്കുക. യുകല്ലിമുന, ലൗലാ യുകല്ലിമുന, എന്തുകൊണ്ട് ഞങ്ങളോട് സംസാരിക്കുന്നില്ല? ആര്? അള്ളാഹ്. അള്ളാഹ് ഞങ്ങളോട് നേരിട്ട് പറയാത്ത എന്താണ്? അള്ളാഹ് ഞങ്ങളോട് നേരിട്ട് പറയാത്ത എന്താണെന്നാണ് അത് ചോദിക്കുന്നത്. അങ്ങനെ ചോദിക്കുന്നത് എന്തായിരിക്കും? അവന് വിവരമില്ലാത്ത. കാരണം അള്ളാഹ് ആരാണ്? ബദീഉസ് സമാവാത്താണ്. ബദീഉസ് സമാവാത്ത് ഓരോരുത്തരോടും വന്നിട്ടല്ല സംസാരിക്കും. മറിച്ച് എന്താണ്? അവനൊരു പ്രൊസീജിയർ ഉണ്ട്. നമ്മളിപ്പോ എവിടെ പോയാലും പ്രൊസീജിയർ കേൾക്കാം. ഹോസ്പിറ്റലിൽ പോയാലും പ്രൊസീജിയർ. കപ്പൽ മുങ്ങിയപ്പോഴും ഒരു പ്രൊസീജിയർ ഉണ്ട്, പക്ഷെ പ്രൊസീജിയർ നമ്മൾ ഫോളോ ചെയ്യുന്നില്ലെന്ന് മാത്രമേ. ഒരു പ്രൊസീജിയർ ഉണ്ട്. അള്ളാഹ്ക്ക് എന്തുണ്ട്? ഒരു പ്രൊസീജിയർ ഉണ്ട്. ഉണ്ടാകണം, അല്ലെങ്കിൽ അല്ല ഇല്ല. പ്രൊസീജിയർ ഉണ്ടെങ്കിലേ ദൈവമാവുള്ളൂ. ഘടനയുണ്ട്. ആ ഘടന അനുസരിച്ച് എന്താണ്? അള്ളാന്റെ ഘടന എന്ന് പറഞ്ഞാൽ അള്ളാഹ് ജനങ്ങളിൽ ഒരാളെ തിരഞ്ഞെടുക്കും, എന്നിട്ട് അയാളോടാണ് അള്ളാഹ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അയാൾ മറ്റുള്ളവരോട് പറഞ്ഞു. അങ്ങനെ ഒരുപാട് ദൂതന്മാരുണ്ടായിരുന്നു. അപ്പോ ജനങ്ങൾ ചോദിച്ചു, അല്ലെങ്കിൽ അറിവില്ലാത്തവർ ചോദിക്കുന്നു, ലൗലാ യുകല്ലിമുന അല്ലാഹ്, അള്ളാഹ് ഞങ്ങളോട് ഡയറക്റ്റ്ലി എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല? ഔ തഅതീന ആയ, അല്ലെങ്കിൽ ഞങ്ങളുടെ അടുക്കൽ എന്തുകൊണ്ടൊരു ദൃഷ്ടാന്തം ഞങ്ങളുടെ അടുക്കൽ വരുന്നില്ല? തഅതീന ആയത്ത്. അപ്പൊ തഅതീന എന്ന് പറഞ്ഞ എന്ത് ക്രിയയാണ്? പുല്ലിംഗമാണോ സ്ത്രീലിംഗമാണോ? തഅതീന, തഅതീ എന്നുള്ളത് ആയത്ത് ആയത്ത് സ്ത്രീലിംഗമായതുകൊണ്ട് തഅതീ എന്നുള്ളത് സ്ത്രീലിംഗ ക്രിയയാണ്. എന്തുകൊണ്ട് തഅതീ ഞങ്ങളുടെ അടുക്കൽ എന്തുകൊണ്ട് വരുന്നില്ല? ആയത്തിൽ തെളിവ്, ഒരു ദൃഷ്ടാന്തം ഞങ്ങൾക്ക് എന്തുകൊണ്ട് കാണിച്ചു തരുന്നില്ല? മൂസാ നബി അലൈഹി സ്വലാം വടിയിട്ടപ്പോ പാമ്പായി, നെഞ്ചത്ത് കൈവച്ചപ്പോഴത്തേക്ക് തിളങ്ങി. ഈസാ നബി അലൈഹി സ്വലാം മരിച്ചവരെ ജീവിപ്പിച്ചു. അതായത് പക്ഷിയുടെ രൂപം ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്തു? പക്ഷിയെ പറത്തി വെള്ളപ്പാണ്ട് മാറ്റി, അന്ധന്റെ കാഴ്ചശക്തി എടുത്തു കൊടുത്തു. അപ്പൊ അങ്ങനെ മരിച്ചവരെ എഴുന്നേൽപ്പിച്ചു. അങ്ങനെ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ പലർക്കും കാണിച്ചു. ഞങ്ങൾക്ക് എന്തുകൊണ്ടാണ് ദൃഷ്ടാന്തം ഞങ്ങൾക്ക് വരാത്തത് എന്നത്? كذلك قال الذين من قبلهم كذلك قال الذين من قبلهم, അവർക്ക് മുമ്പുള്ളവരും അങ്ങനെ തന്നെയാണ് പറയുന്നത്.
മിസ്ല ഖൗലിഹിം, അവരുടെ വാക്കുപോലെ. തശാബഹത്ത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ സാദൃശ്യമുള്ളതായി, അവരും ഇവരും ഒരേപോലെ ആയിത്തീർന്നു. അപ്പൊ തശാബഹത്ത് ഖുലൂബ്, ഖുലൂബ് ബഹുവചനമായതുകൊണ്ട് എന്ത് ചെയ്തു? തശാബഹത്ത് എന്ന സ്ത്രീലിംഗ പദം ഉപയോഗിച്ചു. കൽബ് വരുമ്പോഴത്തേക്ക് പുല്ലിംഗമാണ്, കുലൂബ് വരുമ്പോൾ എന്തായി? ബഹുജനമായതുകൊണ്ട് സ്ത്രീലിംഗമാണ്. തശാബഹത്ത്, പരസ്പരം സാദൃശ്യമുള്ളതായ എന്ത്? കുലൂബ്, ഹൃദയങ്ങൾ. ഹും, അവരുടെ ഹൃദയങ്ങൾ. ഈ പറഞ്ഞവരും അതിന് മുമ്പുള്ളവരും അല്ലെങ്കിൽ ഹൃദയങ്ങൾ മുമ്പും പലരും ഇതേപോലെ ചോദിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് അല്ല ഞങ്ങൾ നേരിട്ട് സംസാരിക്കുന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങൾക്ക് ദൃഷ്ടാന്തം വരുന്നില്ല എന്നൊക്കെ ചോദിച്ചു. ഖദ് ബയ്യന്നൽ ആയാതി, അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ ചിന്തിച്ച് ഗ്രഹിച്ച് വായിക്കേണ്ട സംഭവമാണ്. ഖദ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഷുവർലി, തീർച്ചയായും. ബയ്യന്ന, നാം വ്യക്തമാക്കി. അപ്പൊ ഖദ് കഴിഞ്ഞാൽ ഓൾറെഡി ഡൺ എന്നാണ് അതിന്റെ അർത്ഥം. ഓൾറെഡി ഡൺ, വി ഹാവ് ഓൾറെഡി എക്സ്പ്ലൈൻഡ്. ഷുവർലി വി ഹാവ് ഓൾറെഡി എക്സ്പ്ലൈൻഡ്. നടന്നു കഴിഞ്ഞു, അത് ഉറപ്പാണ്. അതിനുശേഷം പാസ്റ്റ് ടെൻസ് വന്നാൽ ഉറപ്പായും നടന്നു എന്നാണ്. അപ്പൊ ഉറപ്പായും പ്രവർത്തനം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു എന്നതിനാണ് കഥ പറയുകയും അതിനുശേഷം പൂർണ്ണക്രിയ ഉപയോഗിക്കുകയും ചെയ്യുന്നത്, പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുകയും ചെയ്യും. അതാണ് ഇപ്പൊ ഇത് നമ്മൾ വായിച്ചു പോകാണ്. അത് ബയ്യന്നൽ ആയാത്തി, ദൃഷ്ടാന്തങ്ങളെ നാം എന്ത് ചെയ്തിട്ടുണ്ട്? വ്യക്തമാക്കിയിട്ടുണ്ട്. അവ തഅ്തീന ആയ എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അവ തഅ്തീന ആയ എന്ന് പറഞ്ഞപ്പോ ദൃഷ്ടാന്തമാണ്, അല്ലാതെ ഒരു സൂക്തം ഞങ്ങളുടെ അടുക്കൽ വരുന്നില്ല എന്നല്ല പറഞ്ഞു. അതാണ് പറയുന്നത്. ഖദ് ബയ്യന്നൽ ആയാത്ത്, നമ്മൾ അനവധി ദൃഷ്ടാന്തങ്ങൾ, പല ദൃഷ്ടാന്തങ്ങളും നാം എന്ത് ചെയ്തിട്ടുണ്ട്? വ്യക്തമാക്കി തന്നിട്ടുണ്ട്. ആർക്ക്? ഈ ഖൗമിൻ യൂഖിൻ, ഉറച്ചു വിശ്വസിക്കുന്നവർക്ക്. സംശയാലുക്കൾക്ക് ഒരു ദൃഷ്ടാന്തവും കാണാൻ പറ്റില്ല. സംശയമുള്ളവർക്ക് ഒരു ദൃഷ്ടാന്തവും കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് സംശയങ്ങളെ വിശ്വസിക്കരുത്, വിശ്വാസങ്ങളെ സംശയിക്കരുത് എന്ന് പറയുന്നത്. വിശ്വാസങ്ങളെ എന്തായിരിക്കണം? വിശ്വാസങ്ങൾ ഉറപ്പായിരിക്കണം. സംശയങ്ങൾ വെറും സംശയമാണ്. സംശയങ്ങളെ വിശ്വസിക്കരുത്, വിശ്വാസങ്ങളെ സംശയിക്കുകയും ചെയ്യരുത്. ഇത് നമ്മൾ വായിച്ചു നോക്കിയിട്ട് എല്ലാ ദൃഷ്ടാന്തങ്ങളും വ്യക്തമാണ്. ആർക്ക്? സംശയമില്ലാത്തവർ. അല്ലേ? അപ്പോ ദൃഷ്ടാന്തങ്ങളെല്ലാം വ്യക്തമാണ്. ഖൗമി യൂഖിനൂൻ, ഉറച്ചു വിശ്വസിക്കുന്നു. എന്നിട്ട് അള്ളാഹ് റസൂലിന് അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുകയാണ്, ഇന്ന അർസൽനാക, വി ഹാവ് അപ്പോയിന്റഡ് യു, വി സെൻഡ് യു എന്ന് പറഞ്ഞാൽ അർസൽനാക എന്ന് പറഞ്ഞാൽ വി അപ്പോയിന്റഡ് യു, താങ്കളെ നാം എന്ത് ചെയ്തിരിക്കുന്നു? നിയോഗിച്ചിരിക്കുന്നു. എന്തുമായിട്ടാണ്? ബിൽ ഹഖ്, സത്യവുമായിട്ടാണ് അയച്ചിരിക്കുന്നത്. താങ്കൾ അയച്ചിരിക്കുന്നത് എന്താണ്? സത്യവുമായിട്ട്, ഹക്കും കൊണ്ടാണ്. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നിരിക്കുന്നത് മുഴുവൻ എന്താണ്? ഹക്കാണ്. ലൈസൽ കദിബ്, ഒരു കളവുമില്ല, സത്യമാണ്, യാഥാർത്ഥ്യമാണ്. അതിനൊരു മിഥ്യയുമില്ല, ഒരു കളവുമില്ല, ഒരു പൊളിയുമില്ല. അതേപോലെ അർസൽനാക ബിൽ ഹഖ് എന്ന് പറഞ്ഞാൽ താങ്കൾ മായയല്ല, മായാജാലമല്ല, മറിച്ച് എന്താണ്? യാഥാർത്ഥ്യമാണ്. യാഥാർത്ഥ്യമായ നിലയ്ക്കാണ് റസൂലിനെ അയച്ചിരിക്കുന്നത്. റസൂലിനെ അയച്ചു എന്നുള്ള യാഥാർത്ഥ്യമാണ്. റസൂൽ വന്നത് മുഴുവൻ യാഥാർത്ഥ്യം, അദ്ദേഹം കൊണ്ടുവന്നത് മുഴുവൻ എന്താണ്? യാഥാർത്ഥ്യമാണ്. റസൂൽ നമ്മളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം എന്തായിരിക്കും? സത്യമാണ്. ബശീറൻ വ നദീറൻ, ആദ്യമായി പറഞ്ഞ എന്താ? അള്ളാഹ് റസൂലിന്റെ ഗുണം പറഞ്ഞ എന്താണ്? ബഷീറാണ്. ബഷീർ എന്താ? സന്തോഷിപ്പിക്കുക. നമ്മളെ ഖുർആൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഉടനെ ആരും ഖുർആൻ പഠിക്കും, ഈ സമയം എടുക്കും. ഭയങ്കര കട്ടിയ അറബിയൊക്കെ. അറബി എന്താ വിചാരിച്ചിരിക്കും നിങ്ങൾ? സാഗരം പോലെ പരന്ന് ശേഖരം. ഒരു 5-8 കൊല്ലം എന്തായാലും പഠിക്കണം. നമ്മൾ പറയുന്ന 8 കൊല്ലം, നമ്മൾ 6 മാസം പഠിക്കാൻ മതി.
കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ കൽപ്പിച്ചിട്ടുണ്ട്, ബശ്ശിറൂ, നിങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കൂ. സന്തോഷ വാർത്ത അറിയിക്കുന്നവനായിട്ടാണ് റസൂൽ വന്നിരിക്കുന്നത്. റസൂൽ നമ്മളോട് പറഞ്ഞു, ബശ്ശിറൂ, നിങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കൂ, വലാ തുനഫിറൂ, ജനങ്ങളെ വെറുപ്പിച്ചളയരുത്. അപ്പൊ ബഷീറാണ്, സന്തോഷ വാർത്ത അറിയിക്കുന്നു, നിങ്ങൾക്ക് സ്വർഗം ലഭിക്കും, സ്വർഗത്തിൽ നിങ്ങൾക്ക് അനവധി പലതരത്തിലുള്ള അനുഭൂതികൾ ഉണ്ടാകും, സൗകര്യങ്ങൾ ഉണ്ടാകും. ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു കാതും കേട്ടിട്ടില്ലാത്ത, ഒരു ഹൃദയത്തിലും ചിന്തിക്കാൻ കഴിയാത്ത അത്ര സൗകര്യങ്ങളാണ് അവിടെ ഒരുക്കിച്ചിരിക്കുന്നത്, അല്ലെ? അവിടെ തേന് അരുവിയായിട്ട് ഒഴുകുമെന്ന് പറഞ്ഞാൽ, അവിടെ പാല് അരുവിയായിട്ട് ഒഴുകുമെന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ സങ്കല്പിക്കാൻ പറ്റുക? കാരണം നമ്മളെ പിന്നെ എന്താണ്, കുടിക്കുന്ന വെള്ളം പോലും മലിനജലമാണ്, നദിയെല്ലാം കലിഞ്ഞാണ്. ഇപ്പൊ കടലിലെന്താണ്, എന്താ സാധനം വന്നിരിക്കുന്ന ആലോചിച്ച് നോക്കി. ഓരോന്നും നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തതേ, നിങ്ങളുടെ TV-യിൽ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ആ സാധനം എന്താണ്, മുഴുവൻ മാരകം, എന്താ, വെറും വെറും വിഷമാണ്, പൂർണ്ണമായും വിഷമാണ്. പല തരത്തിലുള്ള വിഷപദാർത്ഥങ്ങളാണ് ദ്രാവകമായിട്ടും ഖരപദാർത്ഥമായിട്ടും വാതകമായിട്ടും ഒക്കെ അതിനകത്ത് ചേർന്നിട്ടുണ്ട്. അത് ഒരെണ്ണം വീട് കഴിഞ്ഞപ്പോൾ തന്നെ കരയിലേക്ക് അടിഞ്ഞു കഴിഞ്ഞപ്പോൾ പലരും അതിന്റെ അംശങ്ങൾ അടിഞ്ഞപ്പോൾ തന്നെ ഒരു 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 പ്രത്യാഘാതങ്ങളും ഇല്ല, അല്ലെങ്കിൽ കാര്യമായ കുഴപ്പമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞതിന് അത്രയും കുഴപ്പമുണ്ടാകുന്നു. അപ്പൊ എന്താണ് അത്, അങ്ങനെയുള്ള നദികളാണ് നമുക്ക് കാണാൻ പറ്റും. ആ നദികളുടെ താഴത്തോട് നമ്മൾ വിചാരിക്കും, നമ്മളെ നദികളുടെ താടിയിൽ എന്താ ഉള്ളത്, ചേറും ചെളിയും ഇതൊക്കെയാണുള്ളത്, അല്ലേ? വെള്ളം ഒഴുകുമ്പോൾ കലങ്ങിയിട്ടാണ് വരുന്നത്. അതേസമയം അതെന്താണ്, ശുദ്ധമായ തേനൊഴുകുന്ന അരുവിയുണ്ട്. എന്താ പറഞ്ഞ, وأنهار من لبن لم يتغير طعمها. നമ്മുടെ അടുത്ത് പാല് രാവിലെ വാങ്ങിയാൽ വൈകുന്നേരം എന്താവും? കേടാവും. നിങ്ങൾ കമ്പനിയുടെ പാല് വാങ്ങിയാൽ കേടാവില്ല, പശുവിന്റെ അടുത്ത് നിന്ന് കറന്ന് വെച്ചാൽ വൈകുന്നേരം കേടാവും. കമ്പനിയിൽ നിന്ന് വാങ്ങുന്ന പാലിൽ ഓൾറെഡി അത് എന്ത് ചെയ്യണം, 6 മാസം അല്ലെങ്കിൽ 2 ആഴ്ച ഇരിക്കാൻ വേണ്ടിയുള്ള കെമിക്കൽ ചേർത്തിട്ടുണ്ട്. അത്ര കെമിക്കൽ നമ്മൾ അടിച്ചുവിടുന്നത്. ഈ അങ്ങനെയുള്ള സ്ഥലത്ത് നമ്മൾ പറയുന്നത് എന്താണ്, രുചി ഭേദം വന്നിട്ടില്ലാത്ത പാലിന്റെ അരി ഒഴുകിയാണ്, ഒഴുകിക്കൊണ്ടേ ഇരിക്കുകയാണ്, പാലിങ്ങനെ ഒഴുകിക്കൊണ്ടേ ഇരിക്കുകയാണ്, അല്ലെ? എവിടെ തടഞ്ഞു നിർത്തുന്നില്ല. അൻഹാറാണ്, ഒരരുവിയല്ല, അനവധി. അൻഹാറും അല്ലില്ലാതെ പറഞ്ഞാൽ അനവധി എന്നാണ്, അൺലിമിറ്റഡ് ആണ്. ഇതോടെ കൗണ്ടിങ്, ഇതോടെ ബൗണ്ടറി ആലോചിക്കുന്നില്ല. അതിനെന്തില്ല, അത് കലങ്ങാത്ത വെള്ളമാണ്. ആസിനിൻ, അതിന്റെ മുകളിലുള്ളത് പോലെ തന്നെ താഴെയും കാണാൻ പറ്റും. മദ്യമൊക്കെ കുടിക്കുന്ന നമ്മൾ സിനിമയിലൊക്കെ കാണുന്നുണ്ട്. അവരെന്താണ്, ഒരു അസ്പൃശ്യമായ സംഭവമായിട്ടാണ് കുടിക്കുന്നത്. അകത്ത് ചെല്ലുമ്പോൾ എന്തോ സംഭവം ഉണ്ടാകുന്ന പറഞ്ഞു. അതേസമയം ഇത് കുടിക്കുമ്പോൾ തന്നെ എന്താണ്, ലദ്ദത്തിൻ ലിശ്ശാരിബീൻ, കുടിക്കുന്നവർക്ക് ആനന്ദം നൽകുന്നതാണ്. ഉണ്ടാകുന്നതല്ല, ആനന്ദം നൽകുന്നതാണ്. അതെന്താണ്, അത് ബുദ്ധിഭ്രമം ഉണ്ടാകാത്തതാണെന്ന് വേറെ സ്ഥലത്ത് പറഞ്ഞു. അങ്ങനെ ഒരുപാട് സംഗതികൾ വസ്ത്രങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവിടെയുള്ള മറ്റു പല സൗകര്യങ്ങളെ കുറിച്ച് പറയും. എന്താണ്, അത് ബഷീറാണ്. പിന്നീട് പറഞ്ഞാൽ നദീർ. സ്വർഗത്തെ കുറിച്ച് പരാമർശിക്കുന്നത് പോലെയല്ല നരകത്തെ കുറിച്ച് പറയും. അതായത് കഠിനമായ ശിക്ഷയുണ്ട്, അജാബിന്റെ ഹരിയത്ത്, അജാബ് അതിനെക്കുറിച്ച് ഷദീദ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സ്വർഗത്തെ പറഞ്ഞിരിക്കുന്ന പോലെ ആ ഒരു ശൈലിയിൽ നരകത്തെ പറഞ്ഞായിട്ട് കാണാം. മുന്നറിയിപ്പുണ്ട്, കാരണം മുന്നറിയിപ്പ് വേണം. നമുക്കറിയാമല്ലോ, നമ്മൾ പോകുന്ന യാത്ര വഴിമധ്യയിലെല്ലാം എത്ര മുന്നറിയിപ്പ് ബോർഡുകൾ വെച്ചിട്ടുണ്ടാവും. ബോർഡുകൾ വേണമെന്ന് നമ്മൾ പറയാം. അവിടെ ഒരു ഹമ്പ് ഉണ്ടെങ്കിൽ ഈ ഹമ്പ് ഉണ്ടെന്ന്
കുറച്ച് ഒരു 10-20 മീറ്റർ മുമ്പ് ഹമ്പ് വരാൻ പോകുന്ന പറഞ്ഞൊരു ഒരു ബോർഡ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഹമ്പിന് അടുത്ത് വേറൊരു സൈൻ ബോർഡ് ഉണ്ടാവും, ഹമ്പ് എത്തിയെന്ന്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഹമ്പുണ്ട്, ഹമ്പിന് മാർക്കുണ്ടാവും. അപ്പൊ എന്താണ്, സ്വാഭാവികമായിട്ടും മനുഷ്യർക്ക് മുന്നറിയിപ്പ് വേണം. അതേപോലെ തന്നെ നിങ്ങൾ മരിച്ചതിന് ശേഷം അവിടെ നരകമുണ്ട് എന്നൊരു മുന്നറിയിപ്പ്. നിങ്ങൾ ഈ വഴി പോയാൽ അവിടെ സുഖാസ്വാദനത്തിൻ്റെതായ സ്വർഗമുണ്ട്, ഈ വഴി പോയാൽ അവിടെ എത്തുമ്പോൾ അവിടെ ശിക്ഷകൾ ഉണ്ടാകും. രണ്ടിന്റെ ഈ സൈൻ ബോർഡുകൾ അവിടെ ഉണ്ട്, ബഷീറും നദീറും. ലാ തുസ്അലു അൻ അസ്ഹാബിൽ ജഹീം, ലാ തുസ്അലു, താങ്കൾ ചോദിക്കപ്പെടുന്നതല്ല, അൻ അസ്ഹാബിൽ ജഹീം, ജഹീമിന്റെ ആൾക്കാരെ കുറിച്ച്, നരകത്തിന്റെ ആൾക്കാരെ കുറിച്ച് ചോദിക്കപ്പെടുകയില്ല. ചോദിക്കപ്പെടുന്നതാണ്. നരകത്തിന്റെ പേരുകളൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ, ഇത് കുറച്ചൊക്കെ എഴുതിയിട്ടുണ്ട്. ജഹന്നം, ഹുതമ, സഖർ, ലള, സഈർ, ഹാവിയ, ജഹീം, അങ്ങനെയൊക്കെ പേരുകളുണ്ട്, നരകത്തിന്റെ പേരുകളാണ്. അപ്പൊ നരകാവകാശികളെ കുറിച്ച് താങ്കൾ ചോദിക്കപ്പെടുന്നില്ല. താങ്കളുടെ ദൗത്യം എന്താണോ ഏൽപ്പിക്കപ്പെട്ടത് അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നതാണ്. നമ അന്ത മുദക്കിർ, താങ്കൾ എന്താണ്, ഓർമ്മ മാത്രമാണ്. ഓക്കെ, എല്ലാ ആയത്തുകളും നമ്മൾ വ്യക്തമാക്കിയാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. കാലത്തിൽ യഹൂദു ലൈസത്തിൻ നസ്വാറ അലാ ഷൈ, ജൂതന്മാർ പറഞ്ഞു ക്രിസ്ത്യാനികൾ ഒന്നുമല്ല. വക്കാലത്തിൻ നസ്വാറ ലൈസത്തുൽ യഹൂദു അലാ ഷൈ, ക്രിസ്ത്യാനികൾ പറഞ്ഞു ജൂതന്മാർ ഒന്നുമല്ല. വഹും യത്ലൂനൽ കിതാബ്, അവർ ഗ്രന്ഥം വായിക്കുന്നവരായിരിക്കും. കദാലിക ഖാല അല്ലദീന ലാ യഅലമൂന മിസ്ല ഖൗലിഹിം, അപ്രകാരം അറിവില്ലാത്തവരും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. മിസ്ല ഖൗലിഹിം, അവരുടെ വാക്ക് പോലെ. ഫല്ലാഹു യഹ്കുമു ബൈനഹും, അല്ലാഹ് അവർക്കിടയിൽ വിധി കൽപ്പിക്കും. യൗമൽ ഖിയാമത്തി, പുനരുദ്ധാന ദിവസം. ഫീമാ കാനൂ ഫീഹി യഖ്തലിഫൂൻ, അവർ ഏത് വിഷയത്തിലാണോ ഭിന്നാഭിപ്രായക്കാരായിരുന്നത് ആ വിഷയത്തിൽ. വമൻ അസ്ലമു മിമ്മൻ മനഅ മസാജിദല്ലാഹി, അള്ളാന്റെ മസ്ജിദുകളെ തടഞ്ഞവനേക്കാൾ അക്രമി വേറെ ആരുണ്ട്, മറ്റാരുണ്ട്. അൻ യുദ്കറ ഫീഹ ഇസ്മുഹു, അവിടെ അവന്റെ നാമം സ്മരിക്കപ്പെടുന്നതിന്. വസആ ഫീ ഖറാബിഹ, അതിന്റെ തകർച്ചയ്ക്ക് പണിയെടുക്കുന്നവനേക്കാളും, അല്ലെങ്കിൽ അത് മോശമാക്കാൻ പണിയെടുക്കുന്നതിനേക്കാളും. ഉലൈക, അക്കൂട്ടർ, മാ കാന ലഹും, അവർക്ക് യോജിച്ചതല്ല, അൻ യദ്ഖുലൂഹ, അവിടെ പ്രവേശിക്കൽ, ഇല്ലാ ഖായിഫീൻ, ഭയവിഹ്വലരായിക്കൊണ്ടല്ലാതെ, ഭയപ്പെടുന്നവരായിക്കൊണ്ടല്ലാതെ അവർക്കവിടെ പ്രവേശിക്കാൻ കഴിയുകയില്ല. ലഹും ഫിദ്ദുനിയ ഖിസ്യുൻ, അവർക്ക് ഈ ലോകത്ത് നിന്ദതയുണ്ട്. വലഹും ഫിൽ ആഖിറതി അസാബുൻ അളീം, അവർക്ക് പരലോകത്ത് മഹാശിക്ഷയുണ്ട്, അല്ലെങ്കിൽ ഭയങ്കരമായ ശിക്ഷ. ലില്ലാഹിൽ മശ്രിഖ് വൽ മഗ്രിബ്, ഉദയസ്ഥാനവും അസ്തമയസ്ഥാനവും, പൂർവ്വദിക്കും പശ്ചിമദിക്കും അള്ളാഹ്ക്കുള്ളതാണ്. ഫഅയ്നമാ തുവല്ലു, അപ്പോൾ നിങ്ങൾ എങ്ങോട്ട് തിരിഞ്ഞാലും, ഫസമ്മ വജ്ഹുല്ലാഹ്, അവിടെ അള്ളാന്റെ മുഖമുണ്ട്, അല്ലെങ്കിൽ അള്ളാന്റെ സാന്നിധ്യമുണ്ട്. ഇന്നല്ലാഹ വാസിഉൻ അലീം, അള്ളാഹ് വിശാലൻ, നന്നായി അറിയുന്നവനുമാണ്. ഖാല ഇത്തഖദല്ലാഹു വലദ, അവർ പറഞ്ഞു അള്ളാഹ് സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു. സുബ്ഹാനഹ്, അവൻ എത്ര പരിശുദ്ധൻ. ബൽ ലഹു മാ ഫിസ് സമാവാതി വൽ അർദ്, അല്ല, എന്നാൽ ആകാശഭൂമികളിലുള്ളതൊക്കെയും അവനുള്ളതാണ്. കുല്ലുൻ ലഹു ഖാനിതൂൻ, അവരൊക്കെയും എല്ലാം അവന് വിധേയപ്പെട്ടവരാണ്, അവനോട് താഴ്മ കാണിക്കുന്നവരാണ്. ബദിഉസ് സമാവാതി വൽ അർദ്, അവൻ ആകാശഭൂമികളെ മാതൃകയില്ലാതെ സൃഷ്ടിച്ചവനാണ്. ഇദാ ഖദാ അംറൻ, എന്തെങ്കിലും ഒരു കാര്യം അവൻ വിധിച്ചാൽ, ഫഇന്നമാ യഖൂലു ലഹു, അതിനോട് പറയുക മാത്രമേ വേണ്ടതുള്ളൂ, കുൻ എന്ന്. ഫയകൂൻ, അപ്പോൾ അത് ആകുന്നു.
വഖാലല്ലദീന ലാ യഅലമൂൻ, അറിവില്ലാത്തവർ പറഞ്ഞു, ലൗലാ യുകല്ലിമുനല്ലാഹ്, അല്ല എന്തുകൊണ്ട് ഞങ്ങളോട് സംസാരിക്കുന്നില്ല, ഔ തഅതീന ആയ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്തുകൊണ്ട് ഒരു ദൃഷ്ടാന്തം വരുന്നില്ല. കദാലിക ഖാലല്ലദീന മിൻ ഖബ്ലിഹിം, അവർക്ക് മുമ്പുള്ളവരും അപ്രകാരം തന്നെയാണ് പറഞ്ഞത്. മിസ്ല ഖൗലിഹിം, അവരുടെ വാക്കുപോലെ. തശാബഹത്ത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ പരസ്പര സാദൃശ്യമുള്ളതായി. ഖദ് ബയ്യന്നൽ ആയാതി, തീർച്ചയായും നാം ദൃഷ്ടാന്തങ്ങൾ, സൂക്തങ്ങൾ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഖൗമി യൂഖിനൂൻ, ഉറച്ചു വിശ്വസിക്കുന്നവർക്ക്. ഇന്ന അർസൽനാക, തീർച്ചയായും നാം താങ്കളെ അയച്ചിരിക്കുന്നു, ബിൽ ഹഖി, സത്യവുമായി, ബശീറൻ വനദീറ, സന്തോഷവാർത്ത അറിയിക്കുന്നവനും മുന്നറിയിപ്പ് നൽകുന്നവനുമായി. വലാ തുസ്അലു അൻ അസ്ഹാബിൽ ജഹീം, നരകാവകാശികളെ കുറിച്ച് താങ്കൾ ചോദിക്കപ്പെടുന്നത്. ഓരോരുത്തരുടെയും ശിക്ഷ അവരുടെ പ്രവർത്തിയുടെ ഫലമായിട്ടാണ് എന്നാണ്. ഓക്കെ, എനി ക്വസ്റ്റ്യൻ? അതവിടെ അലാശ എന്ന് പറയുമ്പോ അല അങ്ങനെയാണ് നെഗറ്റീവ് അർത്ഥമായിട്ട് വന്നത്. അലാക്ക് നെഗറ്റീവ് അർത്ഥം പറഞ്ഞില്ല. അലാശ എന്ന് പറഞ്ഞാൽ ഒന്നിന്റെ മേൽ എന്ന് പറഞ്ഞാൽ, അത് പറഞ്ഞല്ലോ ഒന്നിനും അതായത് കൊള്ളില്ല. മലയാളത്തിൽ പറയുമ്പോഴേ അറബിയിലെ ഗ്രാമർ അല്ല മലയാളത്തിലെ ഗ്രാമർ. അപ്പൊ ഇവിടെ നെഗറ്റീവ് വന്നത് എങ്ങനെയാണ്? ലൈസ ഉണ്ട് ഇവിടെ. കാലത്തിന്റെ യഹൂദ് ലൈസത്ത് അല്ല, കാലത്തിൽ നസാറ ലൈസത്ത്. ലൈസത്ത് അലാ ഷൈഇൻ, ഒന്നുമല്ല, ഒന്നിന്റെ മേലുമല്ല എന്നാണ് നമ്മുടെ അറബിയിലെ അർത്ഥം വരുന്നത്. അറബിയിലെ എന്താ പറയുന്നത്, അക്ഷരാർത്ഥം വരുന്നത്. അക്ഷരാർത്ഥത്തിലല്ല, മലയാളത്തിൽ അറബിയുടെ ശൈലിയിലാണ്. അവനൊരു ഒരാശയത്തിന്റെ മേലുമല്ല, ഒരു ഐഡിയയുമല്ല, അല്ലെങ്കിൽ ഒരു കാര്യത്തിനും അല്ല എന്ന അർത്ഥത്തിലാണ്. അങ്ങനെയാണ് അറബികൾ പറയുന്നത്. മലയാളത്തിൽ പറയുമ്പോൾ നിങ്ങൾ നെഗറ്റീവ് എങ്ങനെ വന്നെന്നുള്ളതാണ് ചോദ്യം. അതെ, നേരത്തെ പറഞ്ഞപ്പോ അലാശ എന്ന് പറഞ്ഞപ്പോ നേരത്തെ പറഞ്ഞ, നമ്മൾ ആയത്തിന്റെ അർത്ഥം പറയുമ്പോൾ നേരത്തെ പറഞ്ഞ വാക്ക് അതിനോട് ബന്ധപ്പെടുത്തിയാണ് ഇപ്പോഴത്തെ വാക്കിന്റെ അർത്ഥം പറയുന്നത്. അതായത് കാലത്തിൽ നസാറ, ക്രിസ്ത്യാനികൾ പറഞ്ഞു ലൈസത്തുൽ യഹൂദു, യഹൂദന്മാർ അല്ല, അലാശയിൻ, ഒന്നിന്റെ മേലും എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയും അല്ല, ഒന്നിന്റെ മേലുമല്ല എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല. അപ്പൊ ഒന്നുമല്ല എന്ന് പറഞ്ഞ അല്ല എവിടെ കിടക്കുകയാണ്? പുറത്ത് കിടക്കുകയാണ്. യഹ്സബു അന്ന മാലഹു എന്താ പറയാ അർത്ഥം? അവന്റെ യഹ്സബു, അവൻ കരുതുന്നു, അന്ന എന്ന്, മാലഹു അവന്റെ പണം, അവന്റെ പണം ആണെന്ന്, അവന്റെ പണം ആണെന്ന്. എന്നെവിടെ കിടക്കുന്നു? അന്യയുടെ കൂടെ കിടക്കുന്നു. നമ്മളെപ്പോഴും ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഇപ്പുറത്താണ് അതിന്റെ എന്ന് എന്നുള്ള വാക്ക് കഴിയുന്നത്. അതിന്റെ മലയാളം ട്രാൻസ്ലേഷൻ എടുത്ത് നോക്കിയാൽ നിങ്ങൾ ഒരുപാട് സംഗതി അവിടെ കാണാൻ പറ്റും. അല്ല, മലയാളം പദാനുപത അർത്ഥം എഴുതിയിട്ടുള്ള വാക്ക് എടുത്ത് നോക്കണം. അപ്പൊ അപ്പുറത്തെ വാക്കിന്റെ അർത്ഥം ഇപ്പുറത്തെ വാക്ക് കൊണ്ടുവരുത്തിയിട്ടുണ്ടാവും. അത് യഥാർത്ഥത്തിൽ തെറ്റാണ്. കാരണം വാക്കർത്ഥം പറയുമ്പോൾ വാക്കർത്ഥം മാത്രമേ പറയാം. ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെയല്ല. അതായത് നമ്മളൊരു ആശയം ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ വാക്യം നേരത്തെ പറഞ്ഞ അതേ ആശയം ഒന്നുകൂടി എടുത്തു പറയും. കാരണം ലൈസത്ത് എന്ന് നേരത്തെ പറഞ്ഞു, അറബി നസാറ ലൈസത്ത് അൽ യഹൂദു, ജൂതന്മാരല്ല, അലാശയിൻ, ഒന്നും അല്ല. അല്ല എന്ന് പറഞ്ഞ് നേരത്തെ പറഞ്ഞു. അല്ല ഇങ്ങോട്ട് എടുത്ത് പറഞ്ഞു. ഓക്കെ, വേറെ വേറെ ഒന്നുമില്ല. സംശയം കുറെ ചോദിക്കാനുള്ളത് കഴിഞ്ഞില്ല, പിന്നെ ചോദിക്കാം. പിന്നീടാക്കണം, ഇപ്പൊ തന്നെ ചോദിച്ചു. അറിയില്ല, കുറെ ഉണ്ടായിനി, അപ്പൊ പെട്ടെന്ന് ചോദിക്കാൻ പറ്റാതെ. സംശയങ്ങളെല്ലാം എഴുതിയിട്ട് എന്ത് ചെയ്യണം? സംശയങ്ങൾ എപ്പോഴും മനസ്സിൽ വെച്ചേക്കരുത്. എല്ലാവരോടും പറയണം, സംശയങ്ങൾ എന്ത് ചെയ്യുക? എഴുതി വയ്ക്കുക.
എഴുതി വെച്ചിട്ട് സ്കാൻ ചെയ്ത് എന്ത് ചെയ്യുക, ഗ്രൂപ്പിലിടുക. അല്ലെങ്കിൽ അങ്ങനെ നേരിട്ട് ചെയ്യാം. അയച്ചോ. മറ്റുള്ളവർക്കും ഇതേ സംശയം ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ ഗ്രൂപ്പിലിട്ടു. നീ അവരെ കൂടെ സംശയത്തിലാക്കണ്ട എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് നേരിട്ട് സംശയങ്ങൾ മനസ്സിൽ വെച്ചേക്കാൻ പാടില്ല. ചെയ്യണം, എഴുതണം. എഴുതുമ്പോൾ പിന്നെന്തായി, എഴുതി തീർന്ന് ഇതങ്ങ് സ്കാൻ ചെയ്ത് അയച്ചു കഴിയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നു പിന്നെ സംശയമൊന്നുമില്ല. എഴുതി നോക്കി ഇങ്ങനെ സംശയങ്ങൾ, അതോട് തീർന്ന്. എഴുതുന്നതോട് പിന്നെ സംശയം ഉണ്ടാവും. എഴുതി തീർന്നുമ്പോൾ ഉള്ളിൽ തെളിച്ചതുപോലെ ആവും. എല്ലാ സംശയങ്ങളും അല്ല, പൊതുവെ അങ്ങനെയാണ് പലപ്പോഴും. ശരി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കലാം യഥാവിധി വായിക്കാനും പഠിക്കാനും ചിന്തിക്കാനും അതിനുവേണ്ടി പ്രവർത്തിക്കാനും അത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കാനും നമുക്ക് തൗഫീഖ് നൽകണം. അറബി ഭാഷ നന്നായി പഠിക്കാൻ, നമ്മളെ മക്കളെ അറബി ഭാഷ പഠിപ്പിക്കാനും ഉള്ള നമുക്ക് തൗഫീഖ് നൽകണം. നമ്മുടെ അടുത്ത തലമുറ, നമ്മളിപ്പോ ഈ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കുട്ടികളൊക്കെ ഇല്ലേ, അവർക്ക് അറബി പഠിക്കണം എന്നൊരു അഭിനിവേശം അവരുടെ മനസ്സിലുണ്ട്, ഉണ്ടായിട്ടുണ്ട് ഓൾറെഡി. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക്, അല്ലെങ്കിൽ ഇത് എവിടെ വെച്ചാണോ നിങ്ങൾ പഠിക്കുന്നത് അവിടെ ഉള്ള കുട്ടികൾക്ക് അവരുടെ മനസ്സിൽ ഒരു അഭിനിവേശമുണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ അതിന് ചാല് ഒരുക്കി കൊടുക്കുന്നില്ല, ഒരു വഴി ഒരുക്കി കൊടുക്കുന്നില്ല. വഴി ഒരുക്കി കൊടുത്താലേ അങ്ങോട്ട് പോകുള്ളൂ. നമ്മളിപ്പോ ഒരു വള്ളി എന്തെങ്കിലും നട്ടാലും അത് പടർന്നു പോകണമെങ്കിൽ, ഒരു പയർ നട്ടു, പയർ പടർന്നു പോകണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മളൊരു കമ്പ് വെച്ചിട്ട് അതിന് ആ വള്ളിയായ കമ്പിലേക്ക് എടുത്ത് വെച്ചു, പിന്നെ ആ സ്വന്തം വളർന്നു വയ്ക്കും. അങ്ങനെ വളർന്നു പോകണം. ഒരു കുരുമുളക് വള്ളി നട്ടാലും എന്ത് ചെയ്യും, അതിനെ മരത്തിൽ വെച്ചിട്ട് അതിനൊന്ന് ചേർത്ത് വെച്ചെടുക്കും, പിന്നെ അത് സ്വന്തമായിട്ട് വളർന്നു വയ്ക്കും, പിന്നെ അത് കുരുമുളക് തരും. അപ്പൊ കുട്ടികൾ എന്ത് ചെയ്യണം, നമ്മള് അതിന് തക്ക ഒരു അറ്റ്മോസ്ഫിയർ അവർക്ക് ഉണ്ടായി കൊടുക്കും, അതിനൊരു പ്രോത്സാഹനം കൊടുക്കും. അപ്പോൾ അവര് അങ്ങനെയുള്ള അല്ലാഹു നമുക്ക് അതിന് തൗഫീഖ് നൽകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അസാബന്നാർ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സ്വല്ലല്ലാഹു തആല ആമീൻ. വസല്ലം ഖൈറൽ ഖൽഖി മുഹമ്മദ് ആമീൻ. ആമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഡബിൾ ക്ലാസ് എടുക്കുന്നതുകൊണ്ടാണ് ഇത് നീണ്ടു പോകുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ടെങ്കിലും ഈ വരുന്നവരെല്ലാവരും നേരത്തെ വരണം. അതല്ല നിങ്ങൾക്ക് ഗ്രാമർ വേണ്ടെന്നാണ് വിചാരിക്കുന്നെങ്കിൽ സജീവിതിന്റെ ക്ലാസ്സിന് 600 രൂപ അടയ്ക്കണമെന്നോ, 600 രൂപയാണോ, 3 മാസത്തേക്കാണോ? 200 ആണല്ലോ. എങ്ങനെയാണ്?